സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പാടത്തിനക്കരയക്കരെ പൊൻപറക്കുന്നിന്റെ താഴ്വരയിൽ പിച്ച നടന്നു കളിക്കുമിളങ്ങറ്റെ പാടുമോ നീയൊരു കൊച്ചുഗാനം. തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര, തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര. പാടത്ത് കൊയ്യുന്ന പെണ്ണുങ്ങൾ പാടുന്ന പൊന്നരി വാളിന്റെ പാട്ട് പാടൂ. പാടത്ത് കൊയ്യുന്ന പെണ്ണുങ്ങൾ പാടുന്ന പൊന്നരി വാളിന്റെ പാട്ട് പാടൂ. കറ്റമെതിക്കുന്ന മങ്കമാർ പാടുന്ന കർഷക പാട്ടൊന്ന് മൂളിപ്പാടൂ. കറ്റമെതിക്കുന്ന മങ്കമാർ പാടുന്ന കർഷക പാട്ടൊന്ന് മൂളിപ്പാടൂ. തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര, തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര. പുത്തരി മണ്ണിലെ കൈതവളപ്പിലെ ഓലയരിയും കറുത്ത പെണ്ണ്. പുത്തരി മണ്ണിലെ കൈതവളപ്പിലെ ഓലയരിയും കറുത്ത പെണ്ണ്. പാടുന്ന പടയണി പാട്ടെന്ന് പാടുവാൻ ഓടി വരുമോ നീ കുഞ്ഞിക്കാറ്റ്. പാടുന്ന പടയണി പാട്ടെന്ന് പാടുവാൻ ഓടി വരുമോ നീ കുഞ്ഞിക്കാറ്റ്. തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര, തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര. പാടത്തിനക്കരയക്കരെ പൊൻപറക്കുന്നിന്റെ താഴ്വരയിൽ
പിച്ച നടന്നു കളിക്കുമിളങ്ങറ്റ് പാടുമോ നീ ഒരു കൊച്ചുഗാനം തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര തിന്തിമിത്തയ്യാര ഒത്തയ്യാ തിന്തിമിത്തയ്യാര പ്രിയപ്പെട്ട കലാസ്നേഹികളെ, നമ്മുടെ നാടിന്റെ കണ്ണിലുണ്ണിയും പെൺകുട്ടികളുടെ രോമാഞ്ചവുമായ സുപ്രസിദ്ധ സിനിമാറ്റിക് ഡാൻസർ ശ്രീ അനിക്കുട്ടൻ രാഘവൻ അവതരിപ്പിക്കുന്ന സിനിമാറ്റിക് ഡാൻസ് ഉടൻ ആരംഭിക്കുന്നു. അനിക്കുട്ടന്റെ കൂടെ ചുവടുവയ്ക്കാൻ എത്തുന്നു നമ്മുടെ എല്ലാം പ്രിയങ്കരിയും അനിക്കുട്ടന്റെ കാമുകിയുമായ കുമാരി അനിത പരമേശ്വരൻ. നൃത്തം ആരംഭിക്കുകയായി. കണ്ണുകൾ ചിമ്മും കാഴ്ചകൾ മങ്ങും നീഴൽ പോലെ നിന്നെ കാണും Full on, full power naughty. We holding our gold trophies. Sit down, well, I'm no sleep. We into the dinner toll free. You move, well, I'm hot shit. One of a dad or carbon copy line. I lost body. പായും തീവണ്ടി പോലെ ഉള്ളിൽ ചായും കാണാ കാണാ കനി പോലെ നിന്നെ തേടും. Welcome to the party.
full power naughty. Down and I'm no sleep. Move and I'm hot shit. Blind and I'm spot hit. Naughty. No sleep. Hot shit. Spot hit. താരനാണ് മൂക്കിട്ടടിച്ചത്. ചേട്ടാ സോറി, ഞാനേ ഒരു സ്വപ്നം കണ്ടാണ്. അതിനെ എന്റെ മൂക്കിട്ടാണോ ഇടിക്കണത്? പാവം സ്വപ്നം കണ്ടതല്ലേ, അറിയാതെ പറ്റിയതാ. ചേട്ടൻ വിട്ടുക. ഇത് ഞാനെങ്ങനെ ടിക്കറ്റ് പറയോളൂ? എന്റെ സ്ഥലം കഴിഞ്ഞു പോയി. ആളിറങ്ങണം. മാറിക്കൂടും, അല്ലെങ്കിൽ മൂക്കടിച്ച് വരുത്തിക്കളായി. ആ വണ്ടി മാറ്റാൻ നായി. എടാ അവൻ പണി തരുവോ? പറയാൻ പറ്റൂല. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ടൈലിട്ട് തീർത്ത് അടച്ച് പൂട്ടി കൈ തരാം. സൂചേട്ടാ എത്ര സ്ക്വയർ ഷീറ്റ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞേ. നീ ആദ്യം സ്ക്വയർ ഫീറ്റ് എന്ന് പറയാൻ പഠിക്ക്. അത് പഠിക്കുന്നതിനെ നല്ലത് പരുക്കം കൂട്ടുന്നത്. അതാ നല്ലത്. അതെങ്കിലും നടക്കുമല്ല ചെല്ലി. അതേ വരുന്ന എനിക്കൂട്ടെ. എടാ നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ ആ കഥയൊക്കെ മുഴുവൻ പറയാണ്ട് നമുക്ക് പണി തുടങ്ങാന്ന്. എന്താണ് സുഖം? ടൈലിടാനുള്ള ആളെത്തിയില്ല ഇതുവരെ. എത്തി സാറേ, ഇവനാണ് ആള്. ഇവനാ? ആ താൻ ഇത്ര നാൾ പറഞ്ഞ് വില്ലപ്പെടുത്തി ഇവനെ കുറിച്ചാണ്. അവനെ കാണാൻ ചെറിയൊരു കോച്ചുണ്ടെന്നേ ഉള്ളൂ. അവന്റെ പണിക്ക് ഒരു കോച്ചുണ്ടാവില്ല. പക്ക ഫിനിഷിംഗ് ആയിരിക്കും. എനിക്ക് കോച്ചുണ്ടാ? ഏയ് അതൊന്നും സാരമില്ല സാറേ കൊടുക്ക് സാറേ. ഡിസൈൻ. അശ്ശേ, ഇത് ഭയങ്കര ഓൾഡ് സ്റ്റൈലാണ്ടാ. അത് ശരി, പണിയെടുക്കേണ്ടി വരുന്നു. ഇങ്ങനൊരു പാറ്റേൺ പഠിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, ഇത് മതി, ഇങ്ങനെ മതി. ഇത് ഊക്കാരനായിട്ടുണ്ട്. പിന്നെ ചുമ്മാതാണ് ഞാൻ അരിക്കുട്ടം വേണമെന്ന് നിർബന്ധം പിടിച്ചത്. ഇനി ഇത് തറയിൽ പിരിച്ച് കഴിയുമ്പോൾ ഒരു ഫിനിഷിംഗ് ഉണ്ടല്ല, ഒരു കോച്ചും ഉണ്ടാവൂല. ഹലോ, ഓൾറെഡി ലേറ്റാ. ഇവിടെ വേറെ എന്ത് ചെയ്യാൻ? ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കും. അത്ര എന്താ? ഞാൻ വിളിക്കാം. പണി ഇന്ന് ഞാൻ കൊടുത്തോളാം. നീ ഇങ്ങനെ ലേറ്റായിട്ടൊന്ന് ട്രൂപ്പിൽ നിന്ന് പുറത്താക്കൂട്ടോ. ഇച്ചിരി ലേറ്റായി പോയി. അത് മനസ്സിലായി. ഇവിടെ നിന്ന് വട്ടം ചവിടുന്ന മേളിക്കല്ലേ സ്റ്റെപ്പ് ഓടി ചെല്ലി. ഇല്ലെങ്കിൽ ഓക്കേടാ. നീ ഇവിടെ നോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. അവളെ ഞാൻ കൊണ്ടുപോകും. മിൽട്ടൺ ആരാന്ന് നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഞാൻ ഇല്ലാണ്ട് അവള് വരില്ലടാ. അവളെ എൻ്റെ പെണ്ണ്. എടാ, പെണ്ണിൻ്റെ മനസ്സ് മാറാൻ കുറച്ച് സമയം മതി. നീ ചെല്ലാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. നിനക്കും നിന്റെ ടെൻഷൻ പറഞ്ഞാൽ മനസ്സിലാവൂല. ഇനി ഒരു മാസമുള്ള ലാലണ്ട അമേരിക്ക ഷോയ്ക്ക്. അതിനുള്ള പേപ്പർ റെഡിയാക്കണം. തന്നിട്ടുള്ള പാട്ടുകൾക്ക് ഡാൻസിന് സ്റ്റെപ്പ് ഉണ്ടാക്കും വേണം. അതിന് സെറ്റ് ചെയ്യണ്ടെന്ന് ആരും പറഞ്ഞില്ലല്ലോ. എടാ, നിന്നെ പോലുള്ളവരെ വെച്ചിട്ട് ഞാൻ എങ്ങനെ നടത്താനാണ്? ആള് തികയാത്ത ഒന്നുകൊണ്ട് മാത്രമാണ് സജീവ ഞാൻ ട്രിപ്പിൽ വെച്ചോണ്ടിരിക്കുന്നത്. അത് നീ മനസ്സിലാക്കിക്കോ. ഇയാളുടെ ഒരു അമേരിക്കൻ ട്രിപ്പ്. എനിക്കിങ്ങനെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ വയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ ഒഴിവായേക്കാം. ഇയാൾക്ക് ധൈര്യം ഉണ്ടോ അനിക്കുട്ടനെ ട്രൂപ്പിലെടുക്കേ? അവന്റെ കാര്യം നീ പറയരുത്. അതെന്താ അറിയേണ്ട കാര്യം പറഞ്ഞാല്? ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അനിയൻ ഇല്ലാണ്ട് ഒരു പ്രോഗ്രാമിന് ഞാൻ വരൂലെന്ന്. അതിന് അവന് നിന്റെ കൂടെ മുന്നിൽ വേണ്ട ഡാൻസ് കളിക്കാൻ പറ്റുള്ളൂ. അതിങ്ങനെ ശരിയാവും? അനിക്കുട്ടൻ അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. അതൊന്നും ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാനും വരൂല. അതിനെങ്ങനെ വാശി പിടിക്കല്ലേ? ഒഴിവ് വന്നാ അനിക്കുട്ടനെ എടുക്കുക. അതിന് ഒഴിവില്ലല്ലോ. ഒഴിവ് പോരെ? ദേ ഞാൻ രാജിവെച്ചിരിക്കുന്നു. അവനെടുത്തു. എന്തേ? ഒരു കാര്യം ചെയ്യാം. എന്നാ പിന്നെ പുറകിൽ നിന്ന് കളിക്കാൻ അവൻ റെഡിയാണെങ്കിൽ അവനോട് വരാൻ പറ. മതി. ദേ ഞാൻ ഇപ്പൊ തന്നെ അവനോട് വരാൻ പറയാം. ദേ ഇനിയെങ്കിലും ആ പാസ്പോർട്ടിൽ നിന്നിട്ട് ആ എഗ്രിമെന്റ് സൈൻ ചെയ്യാനോടാ പ്ലീസ്. ആദ്യം അനിയേട്ടൻ വരട്ടെ, എന്നിട്ട് എഗ്രിമെന്റ് സൈൻ ചെയ്താ പോരെ? എന്താടാ? എടാ അനിക്കുട്ട, നിന്നെ ട്രൂപ്പിലെടുക്കാൻ ഞങ്ങൾ മിൽട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചടാ. നീ വേഗം അനിതയുടെ വീട്ടിലേക്ക് പോടാ. അതിന് മിൽട്ടൺ സമ്മതിച്ചാ? അതൊക്കെ അവനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ച്. നീ വേഗം ഇങ്ങോട്ട് വാ. എന്നത് കഞ്ഞി. അമ്മേ എന്താടാ? ദേ എന്നാ പഴം. ഞാൻ പോരാട്ടാ. അകത്തോട്ട് കൂടെ കയറാതെ നീ ഇതെങ്ങോട്ടാ? നല്ലൊരു കാര്യത്തിന് പോണേ. അതുകൊണ്ട് പോയിട്ട് വന്നിട്ട് പറയാം. കേട്ടാ?
ചെറുക്കൻ എന്താ സുഖേട്ടാ ഇവരക്കാരാണ്? എടാ ഓണങ്ങി എത്താറായില്ലേ? അയ്യോ ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. എന്ത് തിരക്കണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് ദേ ആശാൻ വന്നിട്ടുണ്ട്. ആശാന്റെ കാലോട്ട് കൊടുത്ത് നിലവിളക്കം കത്തിച്ച് ഇന്ന് കളി സ്റ്റാർട്ട് ചെയ്യും നമ്മള്. അയ്യോ ദേ ഈ തവണത്തേക്കും കൂടി എന്നെ ഒന്ന് ഒഴിവാക്കിത്താ പ്ലീസ്. അനിക്കുട്ടാ പ്ലീസ് അനിക്കുട്ടാ പ്ലീസ്. സുമതി ചേച്ചിയും കൂടി കേൾക്കാനാ ഞാൻ പറയണത്. നിന്റെ അച്ഛൻ രാഘവേട്ടനാണ് ഈ കൈകൊട്ടിക്കളി എന്ന കലാരൂപം എനിക്ക് പകർന്നു തന്നത്. എനിക്ക് മാത്രമല്ല, ഈ നിൽക്കുന്ന ആശാൻ അങ്ങേർക്ക് നിന്റെ അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. കണ്ണടക്കും മുമ്പ് നിന്റെ അച്ഛൻ എന്നോട് പറഞ്ഞേപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ കൈകൊട്ടിക്കളി എന്ന കലാരൂപം അന്യം നിന്ന് പോകരുതെന്ന്. അതിന് രാഘവേട്ടൻ കണ്ണടയ്ക്കുമ്പോ നീ അടുത്തുണ്ടായിരുന്നോ? അത് പിന്നെ കണ്ണടച്ചു കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ലല്ല അല്ലേ? നിങ്ങൾ അകത്തേക്ക് ഇരിക്കും, ഞാൻ ചായ എടുക്കാം. അത് വേണ്ട ചേച്ചി, ഒരാഴ്ചത്തേക്കുള്ള ചായപ്പൊടിയും പഞ്ചസാരയുണ്ട്. ചേച്ചി ആദ്യം പോയിട്ടൊരു സ്റ്റൂളും ഒരു നിലവിളക്കും എടുത്തോണ്ട് പോവാ. നമ്മൾ പൊരിക്കും. ഞാനില്ല ഏട്ടാ, ഒന്നാമതൊരു ചാണാപ്പൊടി കളിയാണ്. ദുർഗാദേവി കരുണാകടാക്ഷം, ദുർഗാദേവി കരുണാകടാക്ഷം ഞങ്ങളിൽ കനിയൂ ദേവി. സജീവ ഞാൻ പെട്ടറാ, എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നണല്ല. നീ എന്താണ് ഈ പറയണത്? എടാ ഞാൻ എത്ര കാല് പിടിച്ചിട്ട് അവനെ കൊണ്ട് സമ്മതിപ്പിച്ചെന്നറിയോ? എടാ ഈ സൂചന ഇവിടെ വന്ന് ഓണങ്ങളുടെ പ്രാക്ടീസ് തുടങ്ങിയൊക്കെയാണ്. എടാ അയാൾക്ക് വേറെ പണിയൊന്നുമില്ല. നിനക്കറിയാലോ, ലാലേട്ടന്റെ അമേരിക്കൻ ഷോയ്ക്ക് അനിത പോയി കഴിഞ്ഞ അവളെ പാസ്പോർട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടാണേലും മിൽട്ടൺ അവളെ ലോക്ക് ചെയ്യും. നീ കൂടെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നേക്കുമായിട്ട് അനിതയെ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പിന്നെ മിൽട്ടൺ അങ്ങനെയൊക്കെ ചെയ്യൂന്നോ? പണ്ട് ഗാനമേളയ്ക്ക് അമേരിക്കയിൽ പോയ ഗ്രേസി ചേച്ചിയുടെ കഥ നിനക്കറിയാവോ? കൊണ്ടുപോയ ട്രൂപ്പിന്റെ മാനേജർ സദാനന്ദ അവരെ കെട്ടി. ചേച്ചി തിരിച്ച് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് കെട്ടാന്ന് പറഞ്ഞിരുന്ന ജോർജ് ഏട്ടനോ പെണ്ണ് പോലും കിട്ടാതെ കഴിഞ്ഞ വർഷം മരിച്ച്. നീ മനുഷ്യനെ പേടിപ്പിക്കലടാ. ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ട്രൂപ്പിലൊന്ന് ചേർന്നിരിക്കും. ആ നീ ഇനി ചത്തെന്ന് പറഞ്ഞാലും സുഖേട്ടൻ നിന്നെ വിടില്ല. നീ ഇനി എന്ത് പറഞ്ഞു വരുമെന്നായി പറയണേ? അതിപ്പോൾ അയാളെ കൊന്നിട്ടാണെങ്കിലും ഞാൻ വരും. നീ ഫോൺ വെച്ചേ. ആരെ കൊല്ലയുടെ കാര്യമാടാ, വന്ന് കളിക്കടാ. ആരെങ്കിലും ഹലോ അനിയേട്ടാ, ഞാൻ ഇവിടെ ഇപ്പം ഉണ്ട്. എവിടെ? ആ കണ്ടു. പിന്നെ എത്രയും പെട്ടെന്ന് പ്രാക്ടീസിന് എത്തണം, ഇല്ലെങ്കിൽ വേറെ ആളെ എടുക്കും എന്നാണ് മിൽട്ടൺ ചേട്ടൻ പറയണത്. എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കോളാ, നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. ആ എന്താ പരിപാടി? ബാംഗ്ലൂരിൽ നിന്ന് ബോബി വന്നിട്ടുണ്ട്. ആഹാ, കൂട്ടുകാരനെത്തിയോ? ഇനിയിപ്പോ വിളിച്ചാൽ പോലും കിട്ടൂലല്ലോ. നമുക്ക് എപ്പോണെങ്കിലും ഇങ്ങനെ സംസാരിക്കാമല്ലോ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, നമ്മൾ തമ്മിലാണ് സംസാരിക്കണേന്ന് ഇവിടെ ഒരു കുഞ്ഞിനറിയാൻ പാടില്ല. അനിതയുടെ ഫോണിൽ ആരോടോ സംസാരിക്കുന്നു, ഞാൻ എൻ്റെ ഫോണിൽ വേറെ ആരോടോ സംസാരിക്കുന്നു. അങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. ആ അതാണ്. എന്തിനാണ് വെറുതെ മൊബൈലിൽ സംസാരിക്കണത്? അടുത്തടുത്ത് നേരിട്ട് സംസാരിച്ചാ പോരെ? അല്ല ഇതാൻ്റെ അല്ല, വേറെ വേറെ ായിട്ട് ചമ്മല്ലേ എനിക്ക് കയറിയിട്ട് തിരിഞ്ഞു നോക്കണോട്ടെ, സിനിമയിലൊക്കെ പോലെ. എന്താളെ കയറ്റി വിട്ടാ? ആ കയറ്റി വിട്ട്. ഇന്ന് ഫുൾ ഡേ ഫ്രീ അല്ലേ? ഫുൾ ഫ്രീ ആണ്. എന്നാ ബാക്കി കയറുവാ പോവാ. ആ ബോബി ഉള്ളപ്പോ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്ന് നിന്നോട് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല. നിന്നിവിടെ കാണാനില്ലെന്നും പറഞ്ഞേ ബോബൻ അന്വേഷിക്കണ്ടായിരുന്നു. ഞാൻ വിളിച്ചോളാം പോട്ടെ. ആയിക്കോട്ടെ, നീ വല്ലതും കഴിച്ചായിരുന്നോ? രാവിലെ പുട്ടും കടലയും കഴിച്ചു. ഇവിടെയും പുട്ടും കടലയും തന്നെയാ. ആണോ? കഴിച്ചേക്കാം.
ഓഫർ ഉണ്ടായിരുന്നു. കമോൺ, നോക്കെങ്ങനെയാണെന്ന്. സൂപ്പർ ആയിരിക്കുമല്ലോ. നീ എന്തിനാടാ എപ്പോഴും ഈ ഡ്രസ്സ് മേടിച്ചോണ്ട് വന്ന്? എടാ പണ്ട് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ തുടങ്ങിയാണ് നിങ്ങളെല്ലാരും കൂടി എന്നെ അമ്മേനെ സഹായിക്കല്. ഒന്ന് പോയാണെന്ന് എൻ്റെ അച്ഛനും മരിച്ചതല്ലേ, എന്താണ് നിനക്ക് അറിയോ? നീ അല്ല, എന്നാലും എനിക്കിപ്പോൾ ജോലിയുണ്ട്, ആവശ്യത്തിന് കാശുണ്ട്. പിന്നെ നീ എന്തിനാണ് എനിക്ക് ഡ്രസ്സ് തരേണ്ട ആവശ്യം എന്താണ്? ഇടം പണ്ട ഗുണാപ്പി, നിന്റെ ഉടുപ്പ് മേടിക്കണം പറയാൻ ചേട്ടന് വേറെ കള്ള ബില്ല് കൊടുക്കണത്, വേറെ കളിക്കല്ലേ. അയ്യേ, എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചാൻ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ബോബേട്ടനെ കൊണ്ട് വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താ? എടാ ഞാനും സജീവനും കൂടി ട്രൂപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പ്ലാൻ വർക്കായിട്ട് വന്നായിരുന്നു. അപ്പോഴാണ് ഈ സൂവേട്ടൻ പിടിച്ച എന്നെ കൈകൊട്ടികളിൽ പിടിച്ചിട്ടത്. ഇയാളെപ്പോഴും കൈകൊട്ടി കിടക്കണല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഒരു പണിയുണ്ട്, പക്ഷെ ബോബേട്ടനൊന്ന് സഹായിക്കണം. എന്ത് സഹായടാ? എടാ ഈ സുഖുവേട്ടൻ സ്പോൺസർഷിപ്പിന് വേണ്ടി ഓടി കിടക്കുകയാണ്. അപ്പം ബോബേട്ടനെ കൊണ്ട് സുഖുവേട്ടനൊരു സ്പോൺസർഷിപ്പ് കൊടുപ്പിക്കണം. നീ പോയി ചോദിക്കടാ. ഞാൻ ചോദിക്കാനാ? നിനക്ക് സ്പോൺസർഷിപ്പ് വേണോ വേണ്ടേ? വേണം. അങ്ങനെ നീ ചോദിക്കണായിരിക്കും നല്ലത് മോനെ. ഓരോ തിരുത്തുകളും ഇവിടെ ചേട്ടാ. ആ എന്താടാ എനിക്കൂടാ, നീ ജീവനോടെ ഉണ്ടോ? ഞാൻ വിളിക്കും. ബോബേട്ടൻ തിരക്കല്ലേ? എനിക്കല്ലേ? സഹായത്തിനൊരാളില്ലല്ലോ. നീ ഇരിക്കും. അതിനിക്കൂടെ എനിക്കൊരു കല്യാണാലോചന ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. ആഹാ, അടിപൊളി. ഏതാ പെണ്ണേതാൻ? നമ്മുടെ മേയർ സൗദാമിനി ജോസിന്റെ മോളാ. പെണ്ണ് കാണാതെല്ലാം പറഞ്ഞിരിക്കുക. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞിട്ട് വേണം ഇനി എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ചത് മുടക്കാൻ അല്ലേ? എന്നാൽ ഞാൻ ഇടപെടണല്ലോ. ആരെന്ന് ശൈലണ ചോദിച്ചു. എൻ്റെ ഏട്ടത്തിമ്മനെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോട്ടെ, ആയിക്കോട്ടെ. ഇനി എന്തായാലും വൈപ്പിക്കണ്ട കേട്ടോ. എത്രയും പെട്ടെന്ന് ബോബേട്ടനെ കെട്ടിക്കണം. ആര്യ കഞ്ഞി പഴങ്കഞ്ഞി എന്നാണല്ലോ. സത്യം. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ച് തന്നിട്ട് പോണ സമയത്ത് ഇതിനെ ഈ ലെവലിലേക്ക് ആക്കിയെടുക്കാൻ ഞാനും കുറേ കഷ്ടപ്പെട്ടു. പിന്നെ MBA പറഞ്ഞേച്ച് അതിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ്. ഇവൻ MBA പാസ്സായവനെ വിളിക്കും. നീ പറഞ്ഞ ഈ കഞ്ഞി ഇവിടുത്തെ പശുവിന് പോലും വേണ്ടതേ. പിന്നെ ഞാൻ വന്നത് ചെറിയൊരു വേറെ കാര്യം പറയാനും കൂടിയായിരുന്നു. എന്ത്? അതായത് ഇത്തവണ ഓണം കളിക്കേ ഒരു സ്പോൺസർഷിപ്പ് തരണം. അത് 10 100 എന്താ വേണമെങ്കിൽ തന്നേക്കാം. അയ്യേ, ഞാൻ മറ്റേ നക്കാപ്പിച്ച സംഭാവനക്ക് ഒന്നല്ല, സ്പോൺസർഷിപ്പാണ് ചോദിച്ചത്. സ്പോൺസർഷിപ്പ് ബോട്ടെ ഞാൻ വാക്ക് കൊടുത്തു പോയാ കേട്ടോ. നാട്ടിക്കല്ലേ പ്ലീസ്. തരാം. തരാന്ന് പറഞ്ഞല്ലേ? എന്ന് പോയിക്കോട്. ഓക്കെ. താങ്ക് യു. സെർവ് ചെയ്യണോ? ഞാൻ സെർവ് ചെയ്തോളാം. താങ്ക് യു മാം. പോരെ? ആ, സ്ഥിരമായിട്ട് നമ്മളോട് വരണ കാരണം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് കരുതായിരിക്കുമല്ലേ? ഒരിക്കലും ഇല്ല. നമ്മൾ കണ്ട അങ്ങനെ തോന്നില്ലേ? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആരാ സ്ഥിരമായിട്ട് കോഫി ഷോപ്പിൽ പോകാറുള്ളേ? ആ അത് ശരിയാ. പക്ഷേ ലവേഴ്സ് ആണെന്ന് വേണമെങ്കിൽ തോന്നൂട്ടാ. ആ അത് ശരി. പിന്നെ നാളെയാണ് ഞാൻ തന്നെ അങ്ങോട്ട് വരുന്നത് പെണ്ണ് കാണാൻ വീട്ടിലേക്ക്. അവിടെ ഉണ്ടാവില്ലേ? ആയിക്കോട്ടെ. അല്ല, ഞാനിപ്പോൾ ഹാപ്പിയാണ്. മാട്രിമോണിയൽ സൈറ്റിൽ ഫോട്ടോ മാത്രം കണ്ട് കല്യാണം കഴിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിച്ചത്. ഞാൻ ഹാപ്പിയാണ്. കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കുറച്ച് നേരം നേരിട്ട് കണ്ട് ചിലവഴിക്കാൻ പറ്റിയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് ഞാനാദ്യം കാണാന്ന് പറഞ്ഞപ്പോൾ വലിയ മടിയായിരുന്നല്ലോ. അത് പിന്നെ കല്യാണത്തിന് മുന്നേ കാണാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഷൈ ആണ്. എന്നിട്ടിപ്പോൾ ഷൈനസ് ഒക്കെ മാറിയാ? കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. അയ്യേ, അത് ഭാവിയിൽ പ്രശ്നമാവട്ടാ. എന്ത് പ്രശ്നം? അല്ല, ബോബൻ ഈ സ്കൂളിലും കോളേജിലൊന്നും പഠിച്ചപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? അങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, ഈ ആർട്സോ സ്പോർട്സോ കഥകളി ഭരതനാട്യം ചെണ്ടമേളം അങ്ങനൊന്നും? പിന്നെ മമ്മി നിർബന്ധിച്ചിട്ട് ഭരതനാട്യം പഠിക്കാൻ പോയിരുന്നു. എന്നിട്ടാണോ
അങ്ങനെ കളിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് പഠിച്ചെന്നുള്ളൂ. 2 സ്റ്റെപ്പ് ഇട്ടെ. ഇപ്പഴാ? ആ ഭരതനാട്യം ഒന്നിങ്ങോട്ട് കളിക്ക്. അല്ല, എന്റെ ചമ്മല് മാറാനായിട്ട് മമ്മി വിട്ടതാ. ഇവിടെ വെച്ചാ ചമ്മൽ അങ്ങോട്ട് മാറട്ടെ. ഇവിടെ വെച്ചാ? ബ്രോ, അതെ ഈ ഫോൺ സ്പീക്കർ കണക്ട് ചെയ്യാൻ പറ്റുമോ? അല്ല റോഷ്നി, സീരിയസ് ആയിട്ട് പറഞ്ഞാ? ആഹാ, അതിന് ഭരതനാട്യം കളിക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഉള്ള സ്ഥലത്ത് വെച്ച് കളിച്ചാൽ മതി. കണക്ട് ആയിട്ടുണ്ട്. ഏത് പറഞ്ഞാ കളിക്കണേ? വർണ്ണൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതിന്റെ തുടക്കം കുറച്ച് പഠിച്ചിട്ടുണ്ടെന്ന് മാത്രം. മമ്മി നിർദ്ദേശിച്ച് പോയതാ. ഇതാകുമ്പോ എല്ലാവർക്കും അറിയാം. സിമ്പിളാ. അതങ്ങനെ തോന്നിയ സമയത്തൊന്നും കളിക്കാൻ പാടില്ല. ഞാൻ കളിച്ച് കാണിച്ചു തരാം. എൻ്റെ സമയം വരട്ടെ. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടതാണ്. അത് പറ്റില്ലെന്ന് പറയാൻ പാടില്ല. റോഷ്നി, ആർ യു സീരിയസ്? ഓഫ് കോഴ്സ്. തുടക്കം മുതൽ കളിക്കണം. ആടിക്കോളൂ. அலைபாயுதே கண்ணா மனம் அலைபாயுதே உன்னானந்த மோகன வேணுகானமதில் அலைபாயுதே கண்ணா மனம் அலைபாயுதே உன்னானந்த மோகன മറന്നു. നന്നായിരുന്നു. ഇപ്പൊ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ലല്ലേ? അല്ല, മമ്മി നിർവഹിച്ചപ്പോ ഷൈനസ് മാറാനേ. എന്നാലും നല്ല ടാലന്റ് ഉണ്ട്. നൃത്താധ്യാപകർ പറയാറുണ്ട്. ഞാനും പഠിച്ച ഭരതനാട്യം. പക്ഷേ ഇപ്പൊ പ്രാക്ടീസ് എനിക്കില്ല. നമുക്കൊന്ന് ഇറങ്ങിയാലോ? ഇറങ്ങാം. പോവാം. ഷൂസ്. ഞാൻ ഡാൻസ് ക്ലാസിന്റെ ഓർമ്മയില് മറവേണ്ടല്ലേ. ആ ബില്ല് കൊടുക്കാൻ മറക്കണ്ട. എന്നുമെന്റെ പൂവനത്തിൽ പൂവിനായി വന്നവളെ, എന്നുമെന്റെ പൂവനത്തിൽ പൂവിനായി വന്നവളെ, എന്തെല്ലാം പൂക്കൾ വേണം എന്നോട് ചൊല്ലുവെണ്ണേ, എന്തെല്ലാം പൂക്കൾ വേണം എന്നോട് ചൊല്ലുവെണ്ണേ, പൊന്നോണ പൂക്കൾ അന്തിക്കാൻ പൂവേണോ പൂതരാ, പൊന്നോണ പൂക്കൾ അന്തിക്കാൻ പൂവേണോ പൂതരാം, എന്നുമെന്റെ പൂവനത്തിൽ പൂവിനായി വന്നവളെ, എന്നുമെന്റെ സ്പോൺസർഷിപ്പ് വേണ്ടേ? പൂവിനായി വന്നവളെ, സ്പോൺസർഷിപ്പ് വേണമെന്ന്. സ്പോൺസർഷിപ്പിന്റെ കാര്യമാണോ നീ പറഞ്ഞത്? ബോബി വന്നേക്കണ സ്പോൺസർഷിപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കൈകൊട്ടി കളിക്ക്. അയ്യോ, അതെ ഈ മാമ്പള്ളി കൺസ്ട്രക്ഷന്റെ ഫ്ലെക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഗ്രൗണ്ട് കുറച്ചൊരു 30 എണ്ണം വെക്കും. പിന്നെ ആർച്ചിൽ നല്ല കിട്ടുക്കാച്ചായിട്ട് മാമ്പള്ളി വെക്കും. ഇതൊന്നും പോരാ, എന്നിട്ട് നോട്ടീസിന്റെ ബാക്കിൽ നമ്മൾ മാമ്പള്ളി വെക്കും. ഇതിലെല്ലാം ഉപരി ഞങ്ങളുടെ സ്പെഷ്യലായിട്ടും സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവതരണ ഗാനം ഉണ്ടല്ലോ, അതിന്റെ ഒരു 4 വരി നിങ്ങളുടെ കമ്പനിയെ കുറിച്ചായിരിക്കും. മാമ്പള്ളി കൺസ്ട്രക്ഷൻ സൂപ്പറാണ്, മാമ്പള്ളി കൺസ്ട്രക്ഷൻ സൂപ്പർ ആക്കും. എങ്ങനെയുണ്ട്? അതിന്റെ ആവശ്യമൊന്നുമില്ല. ലോക കാണാപ്പുള്ളിയാണ്ടാ. അത് ചേട്ടൻ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് കൈകൊട്ടി കളി നടത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്പോൺസർഷിപ്പ് തരാമെന്ന് വിചാരിച്ചത്. ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. സജീവന് കാര്യങ്ങളൊക്കെ അറിയാം. ഒരുപാട് ആൾക്കാരുടെ ഞാൻ കെഞ്ചി ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടി. ഇതിപ്പോ ആർക്കും വേണ്ടാത്തൊരു ഐറ്റം ഉള്ള. അങ്ങനെ ആർക്കും വേണ്ടാത്ത ഐറ്റം ഈ സ്പോൺസർഷിപ്പ് പോകും കേട്ടോ. അല്ല, അങ്ങനത്തെ ആർക്കും വേണ്ടാത്ത ഐറ്റം അല്ല. വേണ്ട ചേട്ടൻ ബുദ്ധിമുട്ടുണ്ടോ? ഇതാണ് സ്പോൺസർഷിപ്പ് എമൗണ്ട്. ഓ അയ്യോ, ചേട്ടാ ഇത് 25,000. അതിനുള്ള അർഹത എനിക്കുണ്ട് എന്തായാലും. പിന്നെ ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. പറഞ്ഞോ, എന്താണെങ്കിലും പറഞ്ഞോ. അതെ, ചേട്ടൻ്റെ ഈ ട്രൂപ്പില് സജീവനെ ഒന്ന് ചേർക്കണം. അയ്യോ, ഇവനെ? അല്ല, എനിക്ക് ഇത്തരം തനത് കലാരൂപങ്ങളോട് ഒരു താല്പര്യം ഉണ്ടല്ലോ. എന്നെ ട്രൂപ്പിലെടുത്തില്ലെങ്കിൽ ഇതിന്റെ സ്പോൺസർഷിപ്പ് ഞാൻ കളയും. നീങ്ങ വന്നേ, ഒരു മിനിറ്റ് വാ. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമുക്കൊരു സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ സ്പോൺസർഷിപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ താൻ നിൽക്കുന്ന സജീവനില്ലേ, അവനെ കൂടി കളിക്കാൻ കൂട്ടണം. അങ്ങനെ അവനും കൂടി നമ്മുടെ ഇടയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാറേണ്ടി വരും. സുനി, ഞാൻ മാറൂലേട്ടാ. എന്റെ പെണ്ണുമ്പളി വീട്ടിലൊക്കെ കളിയാണം വരും. നമ്മുടെ മറ്റേ 3ാമത്തെ സ്റ്റെപ്പില്ലേ, അതാണ് കളിക്കേണ്ടത് കേട്ടാ.
അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എല്ലാരും കൂടി എന്നെ മാറ്റരുത് കേട്ടോ. സൂചേട്ടാ ആരും വിഷമിക്കണ്ട, ഞാൻ മാറിക്കോളാം. ഈ കലാരൂപം ഇത്തവണ അരങ്ങേറണം, എനിക്കത്രേ ഉള്ളൂ. എന്നെ എന്തിനാണ് ഇങ്ങനെ നോക്കണത്? എൻ്റെ വിഷമമൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും കടിച്ചിറക്കിക്കോളാം. നീ രാഘവേട്ടന്റെ മോൻ തന്നെയാടാ. എല്ലാം അച്ഛൻ്റെ ആത്മാവ് കാണുന്നുണ്ടല്ലോ എന്ന് നോക്കുമ്പോഴാണ്. നീ എന്നെ തെന്നിപ്പിക്കല്ലേ. ശരിയാടാ, ചേട്ടൻ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ നോക്കിക്കോളാം എൻ്റെ വിഷമമൊക്കെ. താങ്ക് യു. വാ സൂചിച്ചേട്ടാ, നമുക്ക് പ്രാക്ടീസ് തുടങ്ങാം. എനിക്കൊരു സ്പെഷ്യൽ പരിഗണനയൊക്കെ തരണം കേട്ടോ. നിനക്ക് ഞാൻ എന്തായാലും തരും. ഇവൻ കാരണം ഈ കളി അന്യം നിന്ന് അപ്പൊ തുടങ്ങിയാലാ? ഓക്കെ. കൈകൊട്ടി കളി സ്കേപ്പായി. ഇനിയിപ്പോ അവിടെ ചെന്നാ മിൽട്ടനെ കൂടി ഒന്ന് ചവിട്ടി പുറത്താക്കണം. നീ ആദ്യം അവിടെ കയറി പറ്റി, ബാക്കി ശരിയാക്കാം. Come on. 1, 2, 3, 4. Up. 3, 4. Out. Yes. Nice. Enjoy back here. Nice. എന്ന് വിളിച്ച് അരികിൽ ചെന്നു പേര് പറ, മൈക്കിൽ പാടണ പോലത്തെ ലൗഡില എന്നുള്ളില് പേരും പച്ചന കാണിക്കും. ഹാപ്പി ആയില്ലേ? എടാ നീയൊക്കെ വന്നപ്പോൾ തന്നെ ഇവിടെ പ്രാക്ടീസ് നിന്നു. നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡാൻസ് ട്രൂപ്പാണത്, നശിപ്പിക്കരുത്. നശിപ്പിക്കാനല്ല, മൊത്തത്തിലൊന്ന് റീബ്രാൻഡ് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. എന്തോ എങ്ങനെ? എടാ അനിക്കുട്ടാ, നീ ഇപ്പോഴും ഇതിനകത്തൊരു മെമ്പറായിട്ടില്ല. ഒന്നാമത്തെ കാര്യം, കൃത്യസമയത്ത് ഇവിടെ പ്രാക്ടീസിന് വരണം. രണ്ടാമത് നന്നായി പെർഫോം ചെയ്യണം, എന്നാലേ നിന്നോട് അടുത്ത ഉദ്ദേശിക്കുന്നുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. നീ വെറ്റിലടങ്ങി കൊണ്ടുവന്നണ്ട. നീ മുറുക്കും തുടങ്ങിയ? നീ ഹാൻഡ്സൊക്കെ വെക്കുമെന്ന് എനിക്കറിയായിരുന്നു, ഇപ്പൊ മുറുക്കും തുടങ്ങിയേക്കണ്. ദക്ഷിണ വെക്കാനടാ നീ ഓരോക്കെ വന്നെന്ന് എനിക്കറിയാം. ഒരു കാര്യം ചെയ്യ്, നീ അവിടെ പോയി നില്ല്, എന്നിട്ട് ഇവർ ചെയ്യുന്നത് കണ്ട് പഠിക്ക് കേട്ടാ. നമുക്ക് നോക്കാനിതാ. അവിടെയല്ല, ബാക്കിൽ ബാക്കിൽ. ആ ബാക്കിൽ ഏറ്റവും ബാക്കിൽ കോർണറിൽ. ആ ഇവിടെ അവിടെ Girls and boys, get ready. Okay, ready? Come on. എന്നുടെ ഈ റൺവേയിൽ കേറി സാറ്റ് കളിക്കല്ലേ, കൂനി കൂടിയ സ്നേഹപ്പാരയിൽ ഞാൻ ആ മിരയെ കോർക്കല്ലേ. ഓ എൻ തമ്പ്ര എന്ന് വിളിച്ച് അരികിൽ ചെന്നു പേര് പറ, മൈക്കിൽ പാടണ പോലത്തെ ലൗഡില എന്നുള്ളില് പേരും പറ. ഉഡായിപ്പുകളുടെ പച്ചന കാണിക്കുന്നതെല്ലാം ലാഞ്ചന, പഠിച്ചു ചെയ്യുന്നതോ വഞ്ചന, നിന്നെ വളച്ചൊടിക്കുവാൻ ആലോചന. അവനവന് വെച്ചതു തിന്നാ പോരെ, എല്ലാത്തിലും കൂടെ കൈയിടല്ലേ. മക്കളെ കൊണ്ടുനി കണ്ടിടതെല്ലാം തലയിടല്ലേ. നിന്നെ ഞാൻ നോക്കി, നീ അതോടെ വന്ന് നിൽക്കൂല. ഒരു ഗ്യാപ്പ് ഇട്ട് ചവിട്ടി നിന്നെ പുറത്താക്കും. ഇവന് എവിടേക്ക് പോകണം? അവൾ ഒറ്റയ്ക്കല്ലേ ചായ കൊണ്ടു ഇത്ര കാലം? അതെ, ഒറ്റക്കാരൻ. പിന്നെ എനിക്കൊന്നുണ്ടാവും. അതിന് അധികം ഭാഷയിലാണ് ചെയ്യല്ലേ, നിന്റെ കൈയും കാലം തല്ലി പിടിക്കും. നീ പടോട്ടി ചായ കൊണ്ട് ഞാൻ പിടിക്കാം. ഞാൻ പിടിച്ചോളാം. അതെ, നീ എന്തിനാണ് ഈ മിൽട്ടൻ്റെ അടുത്ത് തൊട്ടൊരുമയൊക്കെ ഡാൻസ് കളിക്കണം? അത് ഡാൻസ് അല്ലേ? എന്നാ ആരും കാണാണ്ട് എനിക്കൊരു ഉമ്മ. ഇപ്പോഴോ? ഇപ്പൊ തന്നെ മലനാട്ടിൽ വന്നാട്ടെ, മാവേലി വന്നാട്ടെ, മലനാട്ടിൽ വന്നാട്ടെ, അണിഞ്ഞൊരുങ്ങും കേരളം കണി കാണാൻ വന്നാട്ടെ, അണിഞ്ഞൊരുങ്ങും കേരളം കണി കാണാൻ വന്നാട്ടെ. മാവേലി വന്നാട്ടെ, മലനാട്ടിൽ വന്നാട്ടെ, അണിഞ്ഞൊരുങ്ങും കേരളം കണി കാണാൻ വന്നാട്ടെ. മാവേലി വന്നാട്ടെ, മലനാട്ടിൽ വന്നാട്ടെ, അണിഞ്ഞൊരുങ്ങും കേരളം കണി കാണാൻ വന്നാട്ടെ. അയ്യോ അടിപൊളി ചേച്ചി, ഈ സീസൺ നമ്മൾ പൊരിക്കും. ഡാനിക്കൂട്ടാ, നാളെ ഗാന്ധിയാറിലെ പണി.
നീ അവിടെ ചെന്ന ടൈലിനൊന്ന് ഓർഡർ കൊടുത്തേക്കണേ. അതേ കൊടുത്തോളാം. ഇതിന് പറ്റിയൊരു പിക്കപ്പ് ലൈൻ ഞാൻ പറയട്ടെ. എലിയെ പിടിക്കാൻ കെണി, മുട്ടി വിളിക്കാൻ മണി, ഇത് കാശില്ലാത്ത പണി. എന്ന് വെച്ചാൽ ഇവിടെ പണി തുടങ്ങുന്നതിന് മുന്നേ ആ വീട്ടുകാരെ ഇന്ന് മൊത്തം കാശും മേടിച്ച് സൂചിച്ചേട്ടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ നാളെ ചെന്ന ടൈലിന് ഓർഡർ കൊടുത്തില്ലെങ്കിൽ അങ്ങേരൻ്റെ വീട്ടിലേക്ക് വരും. ചേട്ടാ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ഇതെല്ലാം. ഓ എടാ സജീവ, എന്തോ ഞാനൊരു പിക്കപ്പ് ലൈൻ പറയട്ടെ. നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഓടിക്കാൻ വണ്ടി, നീ ഒരു തെണ്ടി, തകർക്കും ഞാൻ നിന്റെ ആവശ്യമുള്ള ബാ പോകാം. എന്റെ എരിപ്പും കൂടി എടുത്തോ. അപ്പൊ ചേച്ചേ നാളെ കാണാം. ശരി മറക്കല്ലേ. വാ 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 എല്ലാരും വാ. മതി മതി മതി. ഹലോ അനിയേട്ടാ, ഞാനേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ച. ഇനി ചായ എടുക്കാൻ പോകുമ്പോ എല്ലാ ദിവസവും വരും. അതൊക്കെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. നാളെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഒന്ന് വരണം. എനിക്ക് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഹലോ, സീരിയസ് ആയിട്ടാ? സീരിയസ് ആയിട്ട് കിടന്നു പറഞ്ഞ എന്തായി? എനിക്ക് അനിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. ബോബിയും കേൾക്കണം. മിൽട്ടൺ ചേട്ടൻ ഒരുപാട് നിർബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ടില്ല. അനിയേട്ടനെ എടുക്കാണ്ട് ഞാനും ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതറിയാലോ? അതാണല്ലോ പ്രശ്നം. മിൽട്ടൺ ചേട്ടൻ അനിയേട്ടനെ എടുത്തത് ഇഷ്ടമായിട്ടില്ല. അതെനിക്കും അറിയാം. ഇനിയിപ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പിയും ചോദിച്ച് എഗ്രിമെൻ്റ് ഒപ്പിടിക്കാനായിട്ട് മിൽട്ടൺ ചേട്ടൻ വരും. ഞാനത് ഒപ്പിട്ട് കഴിയുമ്പോഴേക്കും അനിയേട്ടനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കും. അതിനിട വരുത്തരുതേ. മിൽട്ടൺ ചേട്ടൻ എന്ത് കാണിച്ചാലും നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കണം. നിനക്ക് ഭ്രാന്താണ്. അവൻ മനഃപൂർവ്വം എന്നെ ചൊറിയാൻ വന്നല്ലേ? അതല്ല ഞാൻ പറയണത്. മിൽട്ടൺ ചേട്ടൻ എന്ത് കാണിച്ചാലും നമ്മൾ ക്ഷമിച്ചടങ്ങി നിൽക്കണം. പ്രാക്ടീസിന് കൃത്യമായിട്ട് എത്തണം, ഇല്ലെങ്കിൽ അതും പറഞ്ഞിട്ട് പുറത്താക്കും. അനിയേട്ടനെ ട്രൂപ്പർ എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടില്ല. ഇനിയിപ്പോൾ എഗ്രിമെന്റ് ഒപ്പിടേണ്ടി വരും, പാസ്പോർട്ടും കൊടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വഴക്കുണ്ടാക്കി അനുചേട്ടൻ അമേരിക്കയിൽ വന്നില്ലെങ്കിലും എനിക്ക് എന്തായാലും പോകേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, മിൽട്ടൺ ചേട്ടൻ്റെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പ്രാക്ടീസിന് കൃത്യമായിട്ട് വരണം എന്ന്. അനിയേട്ടനില്ലാണ്ട് അമേരിക്കയിലേക്ക് പോകേണ്ടി വന്നാൽ ഞാൻ തിരിച്ചു വരൂല. സത്യമായിട്ടും തിരിച്ചു വരൂല. എന്താണത്? പറ. പെണ്ണാണെന്നോട്ട് പോയിട്ട് ചേട്ടനമ്പരം കാണാനില്ല, അവിടെ താമസമെന്ന് തോന്നല്ലേ? വിളിച്ചോക്കടാ. എടാ ബോബി, ആ കല്യാണം ഉറപ്പിച്ചേട്ടാ. എന്താണ്? എടാ കല്യാണം ഉറപ്പിച്ചെന്ന്. കൊച്ചാപ്പൻ്റെ വീട്ടിൽ കയറിയതുകൊണ്ടാ ലേറ്റ് ആയത്. ഞങ്ങൾ അങ്ങോട്ട് തന്നെയാണ്. ഓക്കെ, അത് കലക്കി. മേയർ സൗദാമിനി ജോസിന്റെ മോളായിട്ട് ചേട്ടന്റെ കല്യാണം ഉറപ്പിച്ച്. അടിപൊളി. എടാ അപ്പൊ പെണ്ണുകാണാൻ നീ കൂടെ ചെന്നില്ലെങ്കിൽ കല്യാണം ഉറപ്പിക്കാൻ പറ്റുമെന്ന് ബോബേട്ടൻ പറഞ്ഞ സത്യമുള്ളേ? ഒന്നും പോടാണെന്ന് ഉറപ്പിക്കട്ടെ. എങ്ങനെയെങ്കിലും ചേട്ടൻ്റെ കല്യാണം നടക്കട്ടെ. പിന്നെ ഏത് കോലത്തിലാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. പോരെ? അപ്പോൾ ഒരെണ്ണം കൂടെ കഴിക്കാം. എന്താന്നാ മിനിമം 2 റൗണ്ട് അടിച്ചിട്ട് എന്നാലാണ് ആ മിൽട്ടൺ സഹിക്കാൻ പറ്റുള്ളൂ. ഡാൻസ് പ്രാക്ടീസ് ആണ്. ആ പ്രാക്ടീസിനോടെ ഞാൻ ബൈക്ക് എടുക്കട്ടെ കേട്ടോ. അതെ അതെ, പതിക്കോടിക്കട്ടെ എൻ്റെ പൊന്നോ. ചേച്ചി ചേച്ചി, അവിടെ പോലീസ് ഉണ്ടാ? അവിടെ പോലീസ് ഉണ്ടാ? പോവല്ലേ, നോക്കിയിട്ട് പറയാം. ചേച്ചി പോലീസായിരുന്ന? ഇതിന്റെ താക്കോൽ എവിടെയാടാ? താഴെ. നീ OMR അടിച്ച് കയറ്റിട്ടുണ്ടല്ലേ?
മദ്യപിച്ച് വാഹനം ഓടിക്കൽ. മദ്യപിച്ച് വാഹനം ഓടിക്കലെന്ന് അറിയാൻ പാടില്ലേ? അറിയാം സാറേ, പറ്റിപ്പോയി. നീ മേലിൽ ആവർത്തിക്കൂല. ആ, മേലെ അല്ലെങ്കിലും ആവർത്തിക്കരുത്. ഇപ്പൊ ആവർത്തിച്ചതിന് നമുക്കൊന്ന് ശേഷം വരെ പോവാം. അയ്യോ, ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി. അല്ല സാറേ, സാറ് വരെ സ്റ്റേഷനിലോട്ട് ഞങ്ങൾ കുറേ വന്നോളാം. സാറേ എന്തെങ്കിലും മാർഗമുണ്ടോ? പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് മണോടാ? ഞാൻ ബോധം കെട്ടി വിടുമല്ലോ. എന്നത് വെച്ചോ മണം അറിയൂല. ആ, ഹെൽമെറ്റിന് ഇങ്ങനൊരു ഉപയോഗം ഉണ്ടായിരുന്നല്ലേ. കേറും. ഇത് എവിടെയാണത് കുത്തേണ്ടത്? താഴെയാണ്, താഴെ. ആ, ഇത് ഓൺ. ഈ ഓഫിൽ കിടക്കുന്ന സ്വിച്ച് ഇങ്ങോട്ട് അവിടെ ഇല്ലല്ലോ. ഒന്ന് സ്റ്റാർട്ടാക്കിയാടാന്ന്. സാറേ ഞാൻ ഓടിച്ചാൽ മതിയോ? എന്താന്ന്? സാറേ ഇതിനകത്ത് കൊണ്ടുപോയിക്കും. മദ്യപിച്ച് വാഹനം ഓടിച്ചാണ്. അങ്ങനെ ഈ വണ്ടി ഒന്നും കൊണ്ട് വെച്ചിട്ടല്ലേ. കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. എന്താ സാറേ കേസ്? മദ്യപിച്ച് വാഹനം ഓടിച്ചതാ. ഇവനും മദ്യപിച്ച് വാഹനം ഓടിച്ചാണ്. ആ, അങ്ങോട്ട് മാറിയേക്ക്, വിളിക്കാം. ഹലോ. ആ മേഡം. ഓക്കെ മേഡം. ആരാടാ ഈ കൂട്ടത്തിലെ ടോണി കുര്യൻ? ഞാനാ സാറേ. നിന്നെ ഇപ്പൊ വിട്ടേക്കണം പറഞ്ഞ് മേറെ വിളിച്ചത്. നീ പൊക്കോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ഇറക്കിക്കൊണ്ടുപോകും പറയടാ. എടാ, എന്നെ പോലീസ് വിളിച്ചിട്ടോ. സ്റ്റേഷനിലാണ്. നീ ബോബേട്ടനെ വിളിച്ചിട്ട് ആ മേയർ സൗദാമിനി ജോസിനെ കൊണ്ട് എസ്ഐനെ ഒന്ന് വിളിപ്പിക്കണം. വേണം. ഒന്ന് പോയിടാന്ന് അവർ ജസ്റ്റ് പരിചയപ്പെട്ടുള്ളൂ. അപ്പം തന്നെ അവർ വിളിച്ചിട്ട് നിന്നെ അവിടെ നടക്കാനാ പോലീസ് സ്റ്റേഷനിലൊക്കെ. നടക്കൂല. അപ്പം പിന്നെ എന്ത് ചെയ്യും? നീ ഒരു പണിയേ, ഇന്നെന്തായാലും പെണ്ണാളിലുണ്ടായിരുന്നതുകൊണ്ട് എന്തായാലും ചേട്ടനൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങൾ അങ്ങോട്ട് വരാം. നിശ്ചില്ലേ? അതെ, വേണോട്ടാ. ശരിയാ, പോലീസുകാരൊന്നും ചെയ്യല്ലേ. പെട്ടെന്ന് തന്നോട്ടാ. സൂചേട്ടാ എന്തേ? നീ എവിടെടാ? ഞാനിവിടെ ഈ ഡാൻസ് പ്രാക്ടീസിലാണ്. മോനെ, നീ നാളെ എന്തായാലും ഗാന്ധിയാറിലെ വീട്ടിൽ പണിക്കല്ലോട്ടാ. അയാൾ ഇപ്പോഴും കൂടി എന്നെ വിളിച്ചിട്ടുണ്ടായി. നീ ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ നാളെ കൊല്ലൂടിയിട്ട്. ആന്ന് ചെല്ലാന്ന്. ഓക്കെ ഓക്കെ. അനൂടെ വിളിക്കണ്ട്. അവള് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞുവിടുന്ന് പറഞ്ഞേക്കാണ്. ഓരോ ഹലോ അനിയേട്ടാ. അനിതേ, എനിക്ക് ഇന്ന് പ്രാക്ടീസിന് വരാൻ പറ്റില്ലോട്ടാ. ആഹാ, ഇങ്ങനെ പോവാണെങ്കിൽ മിൽട്ടൺ ചേട്ടൻ എന്തായാലും അനിയേട്ടനെ പുറത്താക്കും. ഞാൻ ഒപ്പിടാൻ പോവാ. ഈ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയോ? എടി, ഞാൻ വെള്ളം ഓടിച്ച് വണ്ടി ഓടിച്ചിട്ട് എന്നെ പോലീസ് ഓടിച്ച്. ഞാനിപ്പോൾ സ്റ്റേഷനിലാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബോബേട്ടനെ കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടനേക്ക് എത്തുവോ? വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയിരിക്കുകയാണ്. ബോറടിക്കണോ? പോലീസുകാരുടെ അടികൊള്ളാണ്ട് നോക്കിയിരിക്കുക അവിടെ. കേസായ വിസ കിട്ടും. അയ്യോ, പോലീസായിരുന്നു എനിക്ക് വിഷയമല്ല. എനിക്കിപ്പോൾ നിന്നെ മിസ് ചെയ്യണം. നീ ഒരു പാട്ട് പാടിയേ. ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. അങ്ങനെ പറയല്ല മുത്തേ, ഒന്ന് പാട് പ്ലീസ്. ഏത് പാട്ട്? വേറെ ഏത് പാട്ട്? എൻ്റെ ഫേവറേറ്റ്. നിന്റെ ചിലിച്ചിലിച്ചില്ലെങ്കിലേ ഒന്ന് പാട്. ശരി, പാടാം. ചില ചില ചിലങ്കകളണിയ
പാട്ട് ഇഷ്ടായോ? ഹലോ, ചേട്ടാ അത് നമ്മൾ എന്തു പറഞ്ഞിറക്കും? കാല് പിടിച്ചു നോക്കാം, വേറെ എന്ത് ചെയ്യാനാ? വാ സാർ. എന്താണ് ഈ വഴിക്കൊക്കെ? ഇരിക്കി, വാ ഇരിക്കുന്നേ. മേയറുടെ മോളോട്ട് കല്യാണം ഉറപ്പിച്ചവരൊക്കെ ഞാൻ അറിഞ്ഞു കിട്ടാം. താങ്ക് യു സർ. ഞാനും മേയറോട്ട് അത്രയ്ക്ക് അടുപ്പത്തില്ല. പിന്നെ വന്ന കാര്യം പറഞ്ഞില്ല. ഈ നിൽക്കുന്ന അനിക്കുട്ടൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാ. അവനൊന്ന് വിട്ടുകിട്ടിയിരുന്നെങ്കിൽ. ഇവൻ ആ ഇത്തരക്കാരോട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് വേണോ സാറേ? എല്ലാം ഓരോ ബന്ധങ്ങളാണല്ലോ സാറേ. നിർബന്ധമാണെ കൊണ്ടുവയ്ക്കോ. താങ്ക് യു സാർ. പൊക്കോടാ. ഓക്കേടാ. വളരെ ഉപകാരം. കല്യാണം നമുക്ക് ഉഷാറാക്കണം. ആയിക്കോട്ടെ. എന്തു പറ്റിയടാ? ആകെ കുഴപ്പമായിരുന്നു. എന്താ പറ്റിയെന്ന് പറ. ഫുൾ ടെൻഷനാണെന്ന് എനിക്ക്. എന്നെ പോലീസ് പറഞ്ഞിട്ടില്ലേ, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണത്? എടാ തല്ലടാ. ബോബുച്ചേട്ടൻ്റെ കല്യാണം നിശ്ചയിച്ചിട്ടില്ലേ? പെൺകുട്ടിയില്ലേ? പെൺകുട്ടീനെ എനിക്കറിയണം. അതിന് എടാ അവള് ഒരു മോശം പെണ്ണാണ്. തുടങ്ങിയവൻ എൻ്റെ പൊന്നനിക്കുട്ടൻ, നീ ഞാൻ പറയണമെന്ന് വിശ്വസിക്കരുത്. നോക്കിയേ, അതുകൊണ്ടാണ് എനിക്ക് ഫോട്ടോ കണ്ടപ്പോൾ സാധനത്തിന് എനിക്ക് മനസ്സിലായത്. റോഷ്നി എന്ന പേര്. പിന്നെ സെക്കൻഡ് ഇയർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹോട്ടലിൽ വെച്ചിട്ട് ചെറിയൊരു ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ കൂടെ. സത്യം? യെസ്. രാവിലെ തന്നെ ബോഡി ഷോ ആണോ ബോബി? ഇന്നലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നല്ലേ നമ്മുടെ പരിപാടി. ഇന്ന് ഈവനിങ് നീ ഫ്രീ ആണോ? ആ ജിൻസിയോട് കൂടി വരാൻ പറയണേ. നിനക്ക് നാണല്ലേ? നീ മലയാളികൾക്ക് തന്നെ അപമാനമാണല്ലോടാ. ഒന്ന് പോയാടി, ഒന്ന് അസൂയാണ്. എനിക്ക് അസൂയണ്ടായിട്ടല്ല, അവളെ നിനക്ക് സെറ്റാവില്ല, അതുകൊണ്ടാ. നിന്റെ കാശ് മാത്രല്ല, നിന്റെ അച്ഛന്റെ കാശ് കൂടി ഊറ്റിയെടുക്കവള്. സൂക്ഷിച്ചാ നിനക്കുള്ള. അച്ഛൻ്റെ കാശാ? കാശ് തന്നു കഴിഞ്ഞാൽ സമൂസ ആണോ? ആരാണ്? അവളോ? അതിനെന്താ, ഞാൻ റെഡിയാക്കി തരാല്ലേ. സാറ് റൂം റെന്റ് അങ്ങോട്ട് പേ ചെയ്യും. സംഭവം റൂമിലെത്തും. താൻ തന്നെ നോക്കിയാണ്. മേഡം ഒരു മിനിറ്റ്, ഒരു കാര്യം സംസാരിക്കും. ഒരു മിനിറ്റ്.
ലൈറ്റ് ഒന്ന് ഓഫ് ആക്കാവോ? ക്യാൻ യു ടേൺ ഓഫ് ദ ലൈറ്റ്സ് പ്ലീസ്? ഓഫാക്കാം. ഞാൻ രാവിലെ എണീറ്റപ്പോഴേക്കും അവള് പോയടാ. നീ അവളെ അന്വേഷിച്ചില്ലേ? ഞാൻ അന്വേഷിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് അവളോടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. ഇത് 1 നൈറ്റ് സ്റ്റാൻഡ് അല്ലേ? 1 നൈറ്റ് സ്റ്റാൻഡാ? ഇവിടെ ഇപ്പം രണ്ടുപേരും ഇങ്ങനെ ഒരു രാത്രി മുഴുവൻ അധികം ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാണ്ട് ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നൊരു പരിപാടി. ഇത്ര വൃത്തിയായിട്ടുള്ളതായിട്ടാണ് ബോബേൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചേക്കണത്. എടാ അതന്നെയല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ ആളുടെ കല്യാണമൊക്കെ ഞാനാ മുടക്കണമെന്നാണ് പറയണത് എന്തെങ്കിലും പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ ഇല്ലാണ്ട് പോയിട്ട് ഒറ്റക്ക് പണി മേടിച്ചല്ല. ഇതിപ്പോൾ എങ്ങനെ ഒഴിവാക്കാൻ പറ്റുമെന്ന് ആലോചിക്കും. ആലോചിക്കാനൊന്നുമില്ല. ചേട്ടനോട് കാര്യം പറയാം, അത്രേ ഉള്ളൂ. നീ ചെന്ന് അങ്ങോട്ട് പറഞ്ഞേച്ചാൽ മതി. എടാ അല്ലേ തന്നെ നീ ഉഴപ്പി പണ്ടാറാണെങ്കിൽ കൊണ്ടാണ് MBA പാസ്സാവത്തെന്നാണ് പുള്ളി പറയണത്. അതിൻ്റെ പറയാണ് ഇത് പറയണത്. അതാണ് എനിക്ക് ടെൻഷൻ. ഞാനേ ആലോചിച്ചിട്ട് ഒരു വഴികൾ എനിക്കൂട്ടാ. എന്താണ് എനിക്കൂട്ടാ? ഇവളെ ഒഴിവാക്കാനായിട്ട് ഇവളായിട്ട് നിനക്കൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് ചേട്ടനോട് നീ ഒന്ന് പറയൂ. എനിക്കാ അങ്ങനെ പറഞ്ഞാൽ പുള്ളി വിശ്വസിക്കും. എടാ നീ എത്ര പ്രാവശ്യം എന്നോട് ബാംഗ്ലൂർ വന്നിട്ടുള്ള? അപ്പം ഞാൻ പറഞ്ഞ കഥയിൽ എനിക്ക് പകരം നിന്നെ ആക്കിയിട്ട് നീ ഒന്ന് പറഞ്ഞാൽ ചേട്ടനൊരു പാവമാണ്, അത് വിശ്വസിച്ചോളും. അത് വേണം. എടാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാലോ, ഒരു ചേട്ടനോട് എങ്ങനെയാണ് ഒരു അനിയത് പറയണത്? എങ്ങാനും വീട്ടിലറിഞ്ഞാലേ കുടുംബം തകർന്നു. എടാ ബോബി, ഞാൻ പറയാം. നീ പറയോ? നീ ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പറഞ്ഞോ. എന്താടാ ഒരു പരുങ്ങല്? എന്നാ പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയതിൻ്റെ നന്ദി പറയാൻ വന്നാണ്. മറ്റൊരു നന്ദി. നീ ഞങ്ങളുടെ അനിയൻകുട്ടനല്ലേ അല്ലേ? അല്ല എന്നാലും പറയണോ? എന്തു പറയണോ? നന്ദി. നിനക്ക് 2 അടിക്കണം അതല്ലേ? ശരിക്കും പറഞ്ഞ ഒരു പെണ്ണ് കാണാൻ പോകും, ഇഷ്ടപ്പെടുന്നതൊക്കെ രസകരമായ സംഭവങ്ങളാണ് അല്ലേ? അല്ലടാ അനുകൂടാ? ജീവിതത്തിലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലേ? എന്താ കല്യാണം ഉറപ്പിച്ചല്ലേ? കല്യാണം നമുക്ക് ഗംഭീരമാക്കണം. ഈ മേറൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കുന്നത് നല്ലതല്ലേ അല്ലേ? പിന്നെ ഇതാണ് പെൺകുട്ടി. ഇവളാ? നിനക്കറിയൂളാ? പിന്നെ പരിചയമുണ്ട്. ബോബേട്ട എനിക്ക് ഇവളെ ബാംഗ്ലൂർ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവളെ എനിക്കറിയാം. എടാ ബോബി, നമ്മൾ ഒരുമിച്ച് ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. നിനക്ക് പരിചയമുണ്ടോ? എന്താ കാര്യം? നീ എന്തൊക്കെ ഈ പറയണ? അത് ഞാൻ എല്ലാം പറയാൻ പോകട്ടെ. ഒരിക്കൽ ബാംഗ്ലൂർ വെച്ച് ഞങ്ങൾ ഫ്ലാറ്റിൽ ഒരുമിച്ചുള്ളപ്പോൾ ബോബി പതിവ് പോലെ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിവളെ കണ്ടിട്ടുണ്ട്.
ഇങ്ങനെ ഒരു വൃത്തിയായിട്ട പെണ്ണിനാ ബോബേട്ടൻ കെട്ടരുത് ബോബേട്ട. കെട്ടല്ലേ ബോബേട്ട. അല്ലേലും ബോബേട്ടനോട് നിഷ്കളങ്കനായോണ്ട് ഇങ്ങനെ ആൾക്കാർ പറ്റിക്കാൻ നോക്കുമല്ലോ. ബോബേട്ടൻ ഈ ചതിക്കുഴിയിൽ വീഴരുതെന്നാണ് എൻ്റെ ഒരു ഇതെവിടെ പോണേ? സാധനം പോയി മേയറല്ലേ? ഇവിടെ ഉണ്ട്. വിളിക്കേ. അത്തേക്ക് വാ. അതൊക്കെയൊന്നുമല്ല, പുറത്തേക്ക് വിളിക്ക്. എന്താണ് ബോബ ആ സമയത്ത്? ഓ മേയറെ കാണണമെങ്കിൽ സമയം നോക്കണല്ലോ അല്ലേ? നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കി. നിങ്ങളുടെ തെറ്റായ വഴികളിൽ വന്നിരിക്കുന്ന മണന്റെ തലയെ കിട്ടിക്കാൻ നോക്കി ഇല്ലേ? കറുത്താവെന്ന് പറഞ്ഞ ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാൻ സത്യം അറിയാം. അറിയോ? എന്താ ഉണ്ടായതെന്ന് പറ. ഉണ്ടാക്കി തരാം. നിങ്ങൾ പൊന്നാറ മോളോട് ചോദിക്കും. ബാംഗ്ലൂര് ഞാനൊന്നും പറയാനില്ല. എത്ര പേരായിട്ട് നിങ്ങളുടെ മോൾക്ക്? വെറുതെ കള്ളുടിച്ച് അനാവശ്യം പറയരുത്. ഞാൻ കള്ളുടിക്കും. ഞാൻ കള്ളുടിച്ച് അനാവശ്യം പറയും. വെള്ളം ഉണ്ടാക്കും. ബാംഗ്ലൂര് കണ്ണി കണ്ടമാരോടോ അഴിഞ്ഞാടി നടന്നിട്ട് ഇപ്പൊ എന്റെ തലയെ കെട്ടിവെക്കാൻ നോക്കണ. എല്ലാവരും ഉണ്ട് നീ പോകുമ്പോ ഇവൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല മമ്മി. എനിക്കൊന്നും അറിയില്ല മമ്മി. ഒരു കാര്യം പറയാം, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കരുത്. യു കാൻ സ്റ്റോം ഇൻ ദി ഹൗസ് ആൻഡ് ബ്ലഡി മേക്ക് അക്യൂസേഷൻസ് അഗൈൻസ്റ്റ് മീ. അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ട. ഞാനാരോടി ഞാൻ ഇതേപോലെ കാണുന്നതിന് അനിക്കുട്ടം പറഞ്ഞിട്ട് അതൊക്കെ അറിയണ വേണ്ടാന്ന് അവൾക്ക്. അവന്റെ കൂടെ കള്ളും കുടിച്ച് ഹോട്ടലിലും കറങ്ങിയാണ്. അങ്ങനെ വേണ്ടെന്ന് പറയാൻ ഞാനും കൂടെ പോകുന്നില്ല. ബോബേട്ടനെ കാണാനല്ല. ഇനി ബോബേട്ടനെങ്ങാനും മേറെ വീട്ടിൽ തീ വെച്ചാണ്ടാവോ? നീ എൻ്റെ കാര്യം ആക്കും കൊണ്ട് വല്ലയിടത്തും മിണ്ടാണ്ടി. അമ്മ ഇവിടെ നമ്മുടെ വീടിന് തീയിടുന്നു പറഞ്ഞ് കുറെ ആളുകൾ വന്നേക്കണടാ. നീ എവിടെയാണെന്നാണ് ഇവര് ചോദിക്കണത്. എന്താടാ എന്താണ്? എടാ എന്റെ വീടിന് തീ വെക്കാൻ വേറെ ആൾക്കാർ വന്നേക്കണു. Dealing with that bullshit that comes my way. Dealing with that bullshit that comes my way. Man, I'm on my hood bitch since 98. Mama stay hood rich, $1 million play. Dealing with that bullshit that comes my way. Dealing with that bullshit that comes my way. ഇതാരെ പാതിരാത്രി ഡേയ് അന്നെടുത്തേ. അനിക്കുട്ടൻ. ഹലോ ഹലോ സുചേട്ടാ, ഒന്ന് പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലുമോ? എന്താടാ കാര്യം പറ. അതാ മേയർ സൗദ ന്യൂസിന്റെ ആൾക്കാരെ എൻ്റെ വീട് കത്തിക്കുമെന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണമെന്ന്. വീട് കത്തിക്കുന്ന എന്ത് കാര്യത്തിന്? എന്താ കാര്യമൊന്നും എനിക്കും അറിയാൻ പാടില്ല.
ഞാൻ അവിടെ ഇല്ല, അതാണ്. ചേട്ടനൊന്ന് വേഗം ചെല്ലാൻ പറ്റുമോ? നീ ഇപ്പൊ എവിടെയാ? അതെ, നാളെ ഗാന്ധിയാറിന്റെ വീട്ടിൽ പണിക്ക് പോക്കോളോട്ടാ. ചേട്ടാ അത് ഞാൻ പൊക്കോളാം. ചേട്ടൻ അത് എന്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ല്, അല്ലെങ്കിൽ പ്രശ്നവും. അതാണ്. എന്ത് പ്രശ്നം? ഞാനിപ്പോ തന്നെ അങ്ങോട്ട് ചെല്ലടാ. ആർക്കും എത്ര ധൈര്യം ഒന്നും അറിയണമല്ല. ഓക്കെ. അതെ, നിങ്ങളിത് എങ്ങോട്ടാ ഈ രാത്രിയില്? എടിയാ അനിക്കുട്ടന്റെ വീട് മേറെ ആൾക്കാർ കത്തിക്കാൻ വരുന്നു. എന്നാ അതൊന്നും അറിയണല്ല. നിങ്ങൾ അങ്ങോട്ട് എന്നിട്ട് എന്ത് ചെയ്യാനാ? നിങ്ങളെയും കൂടി അവരെ അതിനകത്തിട്ട് കത്തിക്കും. ഒറ്റയ്ക്ക് പോണോ? പോണോ? എന്നാ സഖാവ് പ്രകാശനോട് വിളിക്കാം. അവനാകുമ്പോ മുമ്പിൽ നിന്ന് എരുന്ന് മേടിച്ചോളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇവളിപ്പോ എണീറ്റ് വന്നാ ഇല്ലിപ്പോ ചെന്ന് കയറി കൊടുത്തേനെ. സഖാവേ, ചോദിക്ക സഖാവേ. വന്ന് നീയൊക്കെ എന്റെ ലോക്കലിൽ കയറി കളിക്കാൻ തുടങ്ങിയല്ലേ? ഞങ്ങൾ അനിക്കുട്ടനെ കൊണ്ടേ പോകൂ. കൊണ്ടേ പോകൂ. അരിക്കൂട്ടനെ ആയിരിക്കൂല. നീയൊക്കെ നല്ല തല്ലുകൊണ്ട് ഇവിടുന്ന് പോകൂ. ഇത് സ്ഥലം പേരാണ്. മക്കള് വിട്ടോ? മതി മതി, ഇവിടെ വിളവൊന്നും വേണ്ട. നാട്ടുകാർ കൂടിയിട്ടുണ്ട്. ആ സഖാവ് പ്രകാശനോടുണ്ട്. ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഒന്ന് മാറി നിൽക്ക്. ഉത്തരവ് കിട്ടിയാ? ഞങ്ങളിപ്പോ പോവാം. അതാ നല്ലത്. പക്ഷെ പ്രശ്നം ഇവിടെ കൊണ്ട് തീർന്നു വിചാരിക്കണ്ട. ചെല്ലി പടിയായിക്കോ. വിട്ടോ, അതാ നിനക്കൊക്കെ നല്ലത്. ഇല്ല നിന്റെയൊക്കെ വീട്ടിൽ ഞാൻ കയറും. എന്തിനാടാ? ടൈലിടാനോ? അല്ല, കാര്യങ്ങളൊന്നും സംസാരിക്കാൻ വേണ്ടി. അതിപ്പോ താങ്കളുടെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും സംസാരിച്ച തീരത്തെ പ്രശ്നങ്ങളില്ലല്ലോ. പ്ലീസ്. ഗുഡ് നൈറ്റ്. ടാറ്റാ. ടെൻഷൻ ആവല്ലോ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എനിക്ക് എന്ത് മാങ്ങാത്തൊലി ചെയ്യാനാണ്? പാപ്പാടെ വള്ളിയായില്ലേ? ബോബൻ ചേട്ടൻ എന്താണ് എൻ്റെ പേര് മേയറോട് പറയാൻ പോയത്? മാങ്ങാത്തൊലി. ഓ, എനിക്കുണ്ടല്ലോ. ഇനി എന്ത് ചെയ്യുമെന്ന് പറയടാ. എനിക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടാണെന്ന്. എത്തും പിടിയും കിട്ടണല്ലേ? ഞാൻ കിട്ടിച്ചേരാം. ആ മേയറുടെ മോളായിട്ട് അവിഹിതം നിനക്കാണെന്നുള്ള കാര്യം മേയറോടും നിന്റെ ബോബൻ ചേട്ടനോടൊക്കെ അങ്ങോട്ട് ഞാൻ പറയാം. അപ്പൊ കിട്ടൂലേ? ആ കിട്ടൂടാ. നീ പറ, അപ്പൊ പിന്നെ എല്ലാവരുടെയും പ്രശ്നം തീരട്ടെ. തീരട്ടെ. അത് നീ എങ്ങാനും ബോബേട്ടനോട് പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ട്രെയിന് തല വെക്കും. നീ വെയിറ്റ് ചെയ്, വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടാന്ന് നോക്കട്ടെ. ഇത് ചാകാനാ? ചാകാനല്ലടാ, ഇതിന് രക്ഷപ്പെടാൻ. എന്ത് ചെയ്യാനാ? ഫോറിൻ ലിക്കർ വല്ല ഇരിപ്പണ്ട. ഇരിപ്പുണ്ട്. എന്താടാ? ചേട്ടൻ വന്നു. ചേട്ടൻ മേയറിൻ്റെ വീട്ടിൽ പോയിട്ട് എന്താ പറഞ്ഞത്? അനിക്കുട്ടിൻ്റെ വീട് കത്തിക്കാനായിട്ട് ആരോ പോയിട്ടുണ്ടായിരുന്നു അവിടെ. വീട് കത്തിക്കും? ഞാൻ അറിയാതെ അനുകൊണ്ട് ഇവൻ്റെ വീട് മാത്രമല്ല നമ്മുടെ വീടും ബിസിനസ് എല്ലാം തകർക്കും അവർ. മേയറായിട്ടുള്ള ഏറ്റുമുട്ടിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വികാരിച്ചതിനായിട്ട് കാര്യം പറയണം. ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണ്ടേ? നീ ഇന്നിവിടെ പോകണ്ട. ഇരിപ്പുണ്ട്, ഇവിടെ ഉണ്ടല്ലോ. സംസാരിക്കും. സഖാവേ, ഇന്നലെ രാത്രി എവിടെയായിരുന്നു? കണ്ടില്ല. ഇരിക്കാം. നല്ല രാത്രി സഖാവേ ഒന്നില്ലായിരുന്നെങ്കിൽ വേറെ ആൾക്കാരുടെ വീട് കത്തിച്ചേനെ. ഞങ്ങൾ നന്ദി പറയാൻ വന്നാണ്. അടിക്കില്ലാന്നറിയാം, പക്ഷെ എന്നാലും വിദേശ മദ്യം ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു. ഇന്ത്യൻ നിർവൃതിയല്ല. അല്ല, എന്നാൽ ഇതിനൊടുക്കാം. ഇന്ത്യൻ മദ്യം പുള്ളിക്ക് ഒട്ടും ഇഷ്ടമുള്ളൂ. ഈ കുടിയന്മാരെ ഒരു കാര്യം.
എന്തൊരു എരിവപ്പോ, വെറും വയറ്റിലായതുകൊണ്ടായിരിക്കും. അയച്ചുണ്ടാ പുറത്തായി പോയി അകത്തായിരുന്നെങ്കിൽ വെറുതെ പൊളിച്ച. സത്യത്തിൽ മേയറായിട്ട് എന്താ പ്രശ്നം? ഒരു കല്യാണാലോചനയാണ് ശരിക്കും പ്രശ്നം. ഈ ബോബിയുടെ ചേട്ടൻ ബോബേട്ടൻ മേയറുടെ മോളായിട്ട് കല്യാണം ഉറപ്പിച്ചേക്കായിരുന്നു. ചില പേഴ്സണൽ കാര്യം കൊണ്ട് ബോബേട്ടൻ ആ കല്യാണത്തിൽ നിന്ന് പിന്മാറി. അത്രേ ഉള്ളു സീൻ. അല്ല, അതിനവര് നിന്റെ വീടിന് കത്തിക്കിടത്. ആ എന്തിനാണ് മേയർ വിചാരിച്ചേക്കുന്നത് ഈ പ്രശ്നത്തിൻ്റെയൊക്കെ കാരണക്കാരൻ ഈവനാണെന്നാണ്. ഒരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ സഖാവൊന്ന് ഇടപെട്ടൊന്ന് ക്ലിയർ ചെയ്ത് മാറ്റാനും. തെറ്റിദ്ധാരണ മാറാതിരിക്കാം. ബോബിന് ഈ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞല്ല. പിന്നെ ഈ മേയർ ഇതിൻ്റെ അകത്തുനിന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർക്ക് എന്താ പ്രയോജനം? അല്ല, ഞങ്ങൾക്കത് മനസ്സിലാവാത്ത. പക്ഷെ അതല്ല, സഖാവിൻ്റെ ഒക്കെ ലോക്കലിൽ കയറി അവന്മാർ പ്രശ്നം ഉണ്ടാക്കാൻ എങ്ങനെ ധൈര്യം കാണിക്കണത്? അതാണ് മെയിൻ. നിങ്ങൾ പേടിക്കണ്ട, ഇനി ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ അവരൊന്നും താല്പര്യമില്ല. എന്നാ വെജു ഇറങ്ങിക്കോ. ശരി. ഇന്ന് ബോബൻ എന്നെ കാണാൻ വന്നിരുന്നു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. നീ ഇനി ബോബനുമായിട്ടൊരു പ്രശ്നത്തിനും പോകരുത്. അത് പറയാനാ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അച്ചോ, ഞാൻ എൻ്റെ മോളെ ബോബന് കെട്ടിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ പ്രശ്നം തീർന്നേ. ഞാനായിട്ടൊരു പ്രശ്നത്തിന് പോയിട്ടുമില്ല, ഇനി പോവേയില്ല. പിന്നെ മരിച്ചുപോയ ആ രാഘവൻ്റെ മകൻ അനിക്കുട്ടനുമായി നിനക്കെന്തോ പ്രശ്നമുള്ളതായിട്ട് ബോബൻ സൂചിപ്പിച്ചു. അതെന്താ? എൻ്റെ മോളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞു നടന്ന് ഈ കല്യാണം മുടക്കിയവനാണ് ഈ അനിക്കുട്ടൻ. അവനെ ഞാൻ വെറുതെ വിടില്ല. അതിനി അച്ഛൻ പറഞ്ഞാലും ശരി, മെത്രാൻ പറഞ്ഞാലും ശരി. എന്തായാലും ബോബനുമായുള്ള പ്രശ്നം തീർന്നല്ലോ. അത് മതി. സൗദാമിന് പോയിക്കോളൂ. ശരി അച്ചോ. അച്ചോ, അനിക്കുട്ടൻ അങ്ങനെ വെറും വാക്ക് പറയുന്നതല്ല അച്ചോ. എന്നാ അവനെ ദൈവം രക്ഷിക്കട്ടെ ഫ്ലിങ്കോ. മേയർക്കിട്ട് കൊടുക്കാൻ പറ്റിയ അവസരം കൊടുത്തു. ശരിയാണ്, കിട്ടിയ അവസരം വഴക്കണ്ട. നിങ്ങൾ വാടാ. മേയറേ നമസ്കാരം. എന്താ സഹക്കന്മാരെല്ലാവരും കൂടെ? ഒരു കാര്യം സംസാരിക്കേണ്ടായിരുന്നു. വരൂ. നിങ്ങളുടെ ആൾക്കാർ ഇന്നലെ രാത്രി അനിക്കുട്ടനെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. ഇനി അവനെ ഉപദ്രവിക്കരുത്, അത് പറയാൻ വേണ്ടി അങ്ങ് വന്നത്. പ്രകാശ, ഇതിനൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റരുത്. ഇതെൻ്റെ മോളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. ബോബനായിട്ടുള്ള കല്യാണം മുടങ്ങി, അത്രയല്ലേ ഉള്ളു. കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അവൻ എൻ്റെ മോളുടെ കല്യാണം മുടക്കിയത് പോരാഞ്ഞിട്ട് നാട് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുക. അവനെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല. ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ? വിട്ടുകളെ മേയറെ. തൻ്റെ മോളെ ആരെങ്കിലും പിഴപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലായിരിക്കും. എനിക്കിത് പ്രശ്നമാണ്. അതെ, അനിക്കുട്ടൻ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇനി ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടില്ല. ഞങ്ങൾ ആയിക്കോട്ടെ. അവനെ കൈ കിട്ടട്ടെ. ഇതിപ്പോ നമ്മ വിട്ടല്ലോ. ഇങ്ങനൊരു പണി വരുമെന്ന് നമ്മ വിചാരിച്ചോ? സൂചേട്ടൻ എന്താണ് പണിക്ക് വരുന്നത്? ഓ, ആനിക്കൂട്ടനെ വിളിച്ചിട്ട് കിട്ടണല്ലേ. പിന്നെ ഇവനെ കൊണ്ട് പണിക്ക് പോയിട്ട് വല്ല കാര്യമുണ്ടോ? അത് പോയിന്റ്. അവരെല്ലാരും പണിക്ക് വെച്ചിരിക്കുന്നത് തനിക്കല്ലേട്ടാ. എന്താ കിരി നീ അങ്ങനെ പറഞ്ഞത്? അപ്പൊ താനിതൊന്നും അറിഞ്ഞില്ലേ? എന്ത്? മേയർ അവനെ കണ്ട കൊല്ലാൻ നടക്കണേ. ഓ പിന്നെ മേയർക്ക് അതല്ലേ പണി. ഒന്ന് പോടും. എടാ സജീവ, എന്തേ? നമ്മുടെ മേയറുടെ മോള് റോഷനിയും നമ്മുടെ അനിക്കുട്ടനും തമ്മിൽ ഭയങ്കര അടുപ്പത്തിലാണെന്ന്. അവര് തമ്മിൽ ബാംഗ്ലൂർ വെച്ചാൽ കണ്ടെന്നും പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പോലെ. താൻ എന്താണ് ഈ പറയണേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അവൻ എന്നോട് പറയില്ലേ? എടാ ഇത് നിന്നോടൊന്നല്ല, അവന് കാര്യം ഒരാളോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മാമ്പുള്ളിയിലെ ബോബനില്ലേ, അവനെ പെങ്കുച്ചിനെ കെട്ടാൻ പറഞ്ഞപ്പോഴല്ല അവനിത് ബോബനോട് പറഞ്ഞു. അതല്ല അവര് തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് ആ കല്യാണം മുടങ്ങിയത്. മനസ്സിലായ? അയ്യോ, അപ്പൊ ഈ നാട്ടിൽ ഇതറിയാത്ത ഏതെങ്കിലും നാടുകൾ ഉണ്ടാവോ? നമ്മള് രണ്ടും. അനിക്കുട്ടനെ കേട്ടില്ല മേയർ തന്റെ പണി എടുക്കുമെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കിയായിരുന്നു. ഹലോ സുഖു, നീ എപ്പോഴാണ് ഇവിടെ പണിക്ക് വരുന്നത്? ഉടനെ വരും സാറേ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ മേയർ സൗദാമിനി ജോസിന്റെ ആൾക്കാർ വന്ന് അനിക്കുട്ടിനെ അന്വേഷിച്ചു. അവരോടൊന്ന് പറയാനാ. എന്തായാലും ഇവിടുത്തെ പണി തീർത്തിട്ടല്ലേ മേയറുടെ വീട്ടിലെ പണിക്ക് പോവുള്ളൂ. ആരുടെ പണി ആദ്യം തീർന്നെന്ന് ഒന്നും പറയാൻ പറ്റില്ല.
അങ്ങനെ പാർട്ടിക്കാരും കൈവിട്ട് നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റില്ല. എന്തിനും പണിക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. നിന്നെ കൊണ്ട് വീട്ടിലേക്കല്ലായിരുന്ന ചേട്ടൻ പറഞ്ഞേക്കണേ. നീ പറഞ്ഞിട്ടല്ല പുല്ല ഞാൻ ഇതൊക്കെ ചെയ്തത്. ശരിയാണ്. മരിക്കണ വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പ്ലീസ്. ആര് മരിക്കണവരെ? എടാ നാട് മുഴുവൻ പാട്ടാണ്. ഞാനും മേരുടെ മോളും തമ്മിൽ ബന്ധമുണ്ടെന്ന്. അയ്യോ, ഇതൊക്കെ അനുസരിച്ചിട്ടുണ്ടാവോ? അയ്യോ, അവളെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ. ടെൻഷൻ അടിക്കില്ലേ, നമുക്ക് സോൾവ് ചെയ്യാത്. ടെൻഷൻ അടിക്കില്ല, ഒരു പരിപാടി ഉണ്ട്. കഴിയുന്നേ എന്ത് വാങ്ങാൻ തുടിക്കാൻ? നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് പോയോ, എനിക്ക് പൊളിഞ്ഞിക്കണ്ടോ? അനിത എന്താ വരാത്തെ? അറിയില്ല സർ. ഛേ, നിങ്ങൾ ആരും വിളിച്ചു നോക്കിയില്ലേ? ആ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഛേ, അനിത എന്താ ഇവിടെ ഇരിക്കണേ? ദേ എല്ലാരും മേളിൽ അന്വേഷിക്കണു. വാ. കരയുവാന്നോ? അയ്യോ, എന്ത് പറ്റി? എന്തിനാ കരയുന്നേ? ഇത്രയൊക്കെ ഞാൻ അനിയേട്ടനെ സ്നേഹിച്ചിട്ടും ഇങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാറിക്കൊടുക്കുമായിരുന്നല്ലോ. ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അനിത കരയല്ലേ? എനിക്ക് അനിക്കൂട്ട് നന്നായിട്ട് അറിയാം. 1 നമ്പർ ചതീനാണവൻ. അല്ലെങ്കിലും യഥാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ അനിതയ്ക്ക് കഴിഞ്ഞില്ലല്ലോ. എത്ര വർഷമായെന്നറിയൂ ഞാൻ ആത്മാർത്ഥമായിട്ട് അനിതയെ സ്നേഹിക്കുന്നത്. ഇനിയെങ്കിലും എൻ്റെ സ്നേഹം അനിത തിരിച്ചറിയണം. മിൽട്ടൻ ചേട്ടാ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കണ്ടാ. ആ, വെട്ടോ ഞാനങ്ങ് എത്തിയേക്കാം. ആ ചെല്. ശരി. വിശക്കണിക്കൂട്ടെ, എവിടെയാടാ അവന്മാര്? എടാ അനിക്കൂട്ടാ, നിന്നെ അന്വേഷിച്ച മേറെ ആൾക്കാർ പരക്കം പാഞ്ഞ് നടക്കണ്ടട്ടാ. അപ്പൊ എന്റെ അമ്മേ? സുമതി ചേച്ചിനെ എൻ്റെ ഭാര്യ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ. എപ്പോൾ നോക്കിയാലും നിനക്കെന്താ പറ്റിയെന്ന് ചോദിച്ച് കരച്ചിലോട് കരച്ചില്ല. അനിക്കുട്ട, അനിത എല്ലാം അറിഞ്ഞണം. നീ അവളെ ചതിച്ചെന്നാ അവള് പറയണേ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലേ അവള് കഴിയുന്നു. എടാ അനിക്കൂട്ടാ, നീ എന്നോടെങ്കിലും സത്യം പറ. നീയും മേറെ മോളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സുചേട്ടാ, ഇപ്പം എന്നോടൊന്നും ചോദിക്കല്ലേ. നിങ്ങളിപ്പോൾ പൊക്കോ. എന്താടാ ഇത് കുറച്ച് ഉപ്പും മുളകും മഞ്ഞപ്പൊടിയാ. ഞങ്ങൾക്ക് എപ്പോഴും ഫുഡും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കെട്ടിന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് വറുത്തടിക്കേ. അതുകൊണ്ട് മേടിച്ചതാ. എന്ന് ഞങ്ങൾ പോട്ടെ. അപ്പൊ ശരി. ചാടായി തോന്നുന്നു പാവങ്ങൾ. പക്ഷേ ഇവിടെ സ്റ്റൗ ഒന്നുമില്ലല്ലോ. നിയമം ഞാൻ കയ്യിലെടുക്കുകയാണെന്ന് വിചാരിക്കരുത്. പക്ഷെ ഇവൻ എൻ്റെ മോളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടന്ന് അവളുടെ ജീവിതം തൊലയ്ക്കാൻ നോക്കുകയാണ്. ആരാണ് ഇവന്റെ പിന്നിലെന്ന് എനിക്കറിയണം. മാഡം ടെൻഷൻ അടിക്കണ്ട. സത്യം എന്തായാലും നമുക്ക് പുറത്തു കൊണ്ടുവരാം. അപ്പൊ തനിക്ക് ഞാൻ പറയുന്ന വിശ്വാസമില്ലേ? അയ്യോ, അങ്ങനല്ല മാഡം. ബോബനോട് എനിക്കൊട്ടും വെറുതെ ഒരു നുണ പറയാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് താനൊരു പുല്ലുണ്ടാക്കണ്ടോ? എന്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഒരു സത്യം കണ്ടുപിടിക്കാൻ നടക്കുന്നു. മാഡം, ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിദ്ധാരണയുമില്ല. എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ നോക്കിക്കോളാം. മാഡം സമാധാനമായിട്ടിരിക്കും. ഓ, ഞങ്ങൾ അവനെ ഉടനെ കണ്ടെത്തിയിരിക്കും. ഓ, ഓക്കെ മാഡം. സജീവനോടൊന്ന് വരാൻ പറഞ്ഞാലോ? നല്ല ഐഡിയ ആയിരുന്നു. കുറെ നേരം ഇവിടെ ചൂണ്ടിട്ടോണ്ടിരിക്കണം. ഒരു രക്ഷയില്ല. വിശന്നിട്ട് കണ്ണാൻ പാടില്ല. പൊറോട്ട ഇറച്ചി മേടിച്ചോണ്ട് വരാൻ പറയും. പൊറോട്ട ഉണ്ടാക്കാനല്ല, സജീവനെയും കൂട്ടി പോയിട്ട് അനിതയോട് എനിക്കെല്ലാം തുറന്നു പറയാനാണ്. എന്ത് പ്രാന്തൊക്കെയാടാ നീ പറയണത്? എടാ, അനിതയോട് മാത്രം.
അവളോട് എനിക്ക് തുറന്ന് പറയണോടാ. ഇനിയും പറഞ്ഞില്ലെങ്കിൽ അവൾ തന്നെ ഇട്ടിട്ട് പോവും. എടാ നീ ഇനിയിപ്പോൾ അനിതനോട് എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കില്ല. അതുപോലെ നാട്ടുകാർ പറഞ്ഞു നടക്കണേ. അപ്പൊ എനിക്ക് ഒരിക്കലും ഇതിന്ന് തലയൂരാൻ പറ്റില്ലെന്നാണ് നീ പറയണത്? അങ്ങനെയല്ലടാ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് ആലോചിക്കട്ടെ. ബോബൻ ചേട്ടൻ മാത്രം അറിയാണ്ടിരുന്നാ പോരെ? വേറൊരു വഴിയുണ്ട്, ഞാൻ നോക്കട്ടെ. ആ സജീവ, നീ ഒന്ന് പെട്ടെന്ന് വന്നേ, ഒരു കാര്യമുണ്ട്. ആ ഇവിടെ ഐസ് ഫാക്ടറിയിലാന്ന് ഉറക്കുന്നത്. പൈസ ഇല്ലെന്നല്ലേ എഴുതിയത്? സ്റ്റോറി എഴുതുന്ന സ്ഥലം എന്താണെന്നോ? എന്നാ ഞാൻ പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് വരട്ടെ. എന്തിനാണ്? നിന്നെ ആശുപത്രിയിലേക്ക് കിടത്തി കൊണ്ടുപോണ്ടി വന്നാൽ പെട്ടെന്ന് കിട്ടുന്ന ഓട്ടോയാ. കരുനാക്കുളത്തൊന്നും ഉണ്ടാക്കാണ്ടിരിക്കും. സൂക്ഷിച്ചാ മതി. പോയിട്ട് വാ. സോ ഈ പറഞ്ഞ കാര്യം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടോ? അതാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. ആ ദേ ഇവിടെ ഈ പറഞ്ഞതും കാണുന്ന. ഹായ്, എന്താ വേണ്ടത് സർ? എനിക്ക് റോഷ്നീനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ആ എന്താ കാര്യം? അല്ല, അത് സ്വല്പം പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. ഞാൻ റോഷ്നിയോട് പറഞ്ഞോളാം. എടോ ഞാനാ റോഷ്നി, വാ. എന്താ? എൻ്റെ പേര് അനിക്കുട്ടൻ എന്നാണ്. നമ്മളെക്കുറിച്ചാണ് ഈ നാട്ടിൽ മറ്റേ അപവാദം വരുന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാനിപ്പോൾ റോഷിനോടൊരു സഹായം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്ത് സഹായം? അതായത് ഞാനും എൻ്റെ പെണ്ണും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് രണ്ടുപേർക്ക് ഈ നാട്ടിലുള്ള ചീത്തപ്പേര് അങ്ങോട്ട് മാറിക്കിട്ടും. അതിന് റോഷിനെ ഒന്ന് സഹായിക്കണം. ഞാൻ എന്ത് വേണമെന്ന് നിങ്ങളീ പറയണേ? റോഷിനി ഒന്ന് വന്നിട്ട് നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അനിതയോടൊന്ന് പറഞ്ഞാൽ മതി. അതോടുകൂടി എല്ലാ പ്രശ്നവും തീരും. എല്ലാ പ്രശ്നവും തീരും? ആ, എല്ലാ പ്രശ്നവും തീരും. എനിക്ക് പറയാം. അനിത വർക്ക് ചെയ്യുന്ന ഷോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്. കുറച്ചങ്ങോട്ട് വായിച്ചാൽ മതി. ഓക്കെ. ഇവൻ ഈ തത്തമ്മയെ കൊണ്ട് എവിടെ പോകുന്നു? ഇടി പുറകെ ഒന്ന് മേടിക്കാം. അനിതേ, അപ്പൊ ഞാൻ കേട്ടതൊക്കെ സത്യമായിരുന്നല്ലേ? എടി, യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് എന്നോട് നേരിട്ട് പറയാനാണ് റോഷൻ വന്നേക്കുന്നത്. അനിതയോട് എന്താ സംഭവിച്ചതെന്ന് പറയൂ. എന്നെ അനിക്കുട്ടനെ ചേർത്ത് ഈ നാട്ടുകാർ പല കഥകളും പറയുന്നുണ്ടല്ലോ. അതെ, അപ്പറയുന്ന എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ തമ്മിലുണ്ട്. അതാണ്. എന്ത് പണിയാണ് റോഷൻ എന്നോട് കാണിച്ചത്? നിനക്കൊക്കെ തമാശ കളിക്കാനുള്ളതാണ് പെണ്ണുങ്ങളുടെ ജീവിതമെന്ന് കരുതിയാ? എനിക്ക് ചീത്തപ്പേരുണ്ടാക്കിയിട്ട് നിനക്ക് നിന്റെ പെണ്ണിനും പോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമല്ലേ? അപ്പോഴും നിനക്കൊക്കെ എന്റെ ജീവിതം ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. എന്നോട് ചെയ്തതുപോലെ മേല ഒരു പെണ്ണിനോട് ചെയ്തു പോരുത്, കേട്ടറാ? എല്ലാം ഓക്കെ ആയില്ലേ? ഞാൻ കരുതി നീ ഒരു മണ്ടനാ. സോൾവ് ആയില്ലേ? അനിത എന്തിനാ കരയണേ? അനിയൻ എന്നെ വേണ്ട, ആ മേയറുടെ മോളെ മതി. അവളുടെ അത്രയും പണവും പത്രാസൊന്നും എനിക്കില്ലല്ലോ. അനിത എന്തൊക്കെയാ പറയുന്നത്? ചുമ്മാ. ഇന്ന് അനിയേട്ടനും റോഷിനി വന്നിരുന്നു എന്നെ കാണാൻ.
അവളെല്ലാം എന്നോട് പറഞ്ഞു. അനിയേട്ടൻ എന്നെ വേണ്ട. അനിത കരയില്ലേ പ്ലീസ്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കില്ലേ? എനിക്കിനി ആരുള്ള ആരുമില്ല. കരയില്ലേ? ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞ കലക്കവളത്തിൽ മീൻ പിടിക്കാന്ന് വിചാരിക്കരുത്. ഇത്രയും വലിയ ചതിനോർത്ത് അനിത് ഇനി കരയില്ലേ പ്ലീസ്. അന കണ്ണുടക്കി പ്ലീസ്, കരയില്ലേ? ഒരു മിനിറ്റ്, ഞാൻ കണ്ണുടച്ച. ഞാനുണ്ട് കൂടെ. എന്താവശ്യത്തിന് അനിതയ്ക്ക് എന്നെ വിളിക്കാം. ഒറ്റയ്ക്കല്ല അനിത, അതായത് ദൈവം വലിയവനാ. അല്ലായിരുന്നു ഇത്രയും വലിയ ചതിനെ കാണിച്ചു തരില്ലായിരുന്നു. അനിത കരയില്ലേ? അനിതയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ എന്നും അനിതയുടെ കൂടെ ഉണ്ടോ? അനിത കരയില്ലേ പ്ലീസ്? ഇനി എന്നെ അപമാനിക്കല്ലേ? അനിക്കൂട്ടിന് വേണ്ടി എന്നെ വേണ്ടെന്ന് വെക്കല്ലേ പ്ലീസ്. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ എന്നും ഉണ്ടാവും കൂടെ, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഇനി എന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ചത്തു കളിയാനത് പ്ലീസ്. കരയില്ലേ? സോറി. ശരി, ഗുഡ് നൈറ്റ്, പോട്ടെ. അമ്പോ, ഇതാരാടി വന്നേക്കണത്? സൗദാമിനി ജോസോ? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ മേയറൊന്ന് കാണാനിരിക്കുക. ആ കാണയൊക്കെ ഒന്ന് കോരി വൃത്തിയാക്കി തരണം. മണം കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ശരിയാക്കാം. ആ, മോനെ ഒന്ന് വിളിക്കും. ആരെ? സജീവന്. എടാ സജീവ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താണ്? നിന്നെ മേയർ അന്വേഷിച്ച് വന്നേക്കണ്ട. അപ്പൊ ഞാൻ പോരാം. നീ ഓടി രക്ഷപ്പെട്ടോ, പക്ഷെ ആ അനിക്കുട്ടനോട് പറഞ്ഞേക്ക് അവൻ രക്ഷപ്പെട്ടില്ല എന്ന്. സൗദാമിനി, നിങ്ങൾ എന്തു വർത്താനമാണ് ഈ പറയണത്? നിങ്ങൾ വെറുതെ ഗുണ്ടായുസം കാണിക്കണത് ശരിയല്ല. അവൻ എന്റെ മോളെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്നാ പിന്നെ ഞാൻ അവനെ എന്താ വേണ്ടേ? നിങ്ങൾ പറ. അവൻ നുണയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് അവനെ എന്തു വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കും. പക്ഷെ അവൻ പറഞ്ഞത് സത്യമാണെങ്കിൽ, അവൻ പറഞ്ഞ സത്യമാണെങ്കിൽ ഞാൻ എന്റെ മോളെ അവന് കെട്ടിച്ചു കൊടുക്കും, പോരെ? പക്ഷെ അവനത് തെളിവ് സഹിതം ബോധിപ്പിക്കണം, അത്രേ ഉള്ളൂ. കാന കോരിച്ചു തരാട്ടോ. പതുക്കെ മതി. പാവം. അവനെ കണ്ടിട്ട് കുറെ നാളായി. അവന്റെ ഒരു തിരക്ക് കണ്ടില്ലേ? ഈ കൊച്ചു കുട്ടികളെ പോലെ എന്റെ വാ. ആ, ആരൊക്കെയത്? എല്ലാവരും ഉണ്ടല്ലോ. വാ വാ, ഇരിക്കൂ ഇരിക്കൂ. ആ മോനെ, എന്താണ് എല്ലാവരും കൂടി പതിവില്ലാതെ? എടാ മോനെ, അപ്പം പറയട്ടെ. പരമേശ്വര, വളച്ചുകെട്ടില്ലാതെ വന്ന കാര്യം ഞാൻ പറയാം. എൻ്റെ മോൻ മിൽട്ടനും അനിതയും തമ്മിലുള്ള വിവാഹത്തിന് നിങ്ങൾക്ക് സമ്മതമാണോ അല്ലേ? അതറിയാനാണ് ഞങ്ങൾ വന്നത്. ഞാനൊരു പുരോഗമന ചിന്താധികാരനാണ്. എനിക്കറിയാം. ഇവിടെ മക്കൾ തമ്മിൽ നല്ലവണ്ണം അറിയാവുന്ന സ്ഥിതിക്ക് അവർ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കട്ടെ. അതല്ലേ നല്ലത്? തീർച്ചയായും. അനു, അനു, മോളൊന്നു വന്നേ. അനിത ഇവിടെ ഉണ്ടോ? ഓ, അനിതേ, അപ്പനും അമ്മയും വന്നിട്ടുണ്ട്. അനിതയെ പെണ്ണാൻ വേണ്ടി ഞാൻ വിളിച്ചോണ്ടതാണ്. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? വേണം, എനിക്കിനി കാത്തിരിക്കാനൊന്നുമില്ല. ആ, മോനുണ്ടായിരുന്നോ? നീ ചായ ഉണ്ടോ? കൊടുക്ക്. കൊടുക്ക്. ഒന്ന് കൊടുക്കോ, അപ്പനമ്മക്ക് വന്നല്ലേ. കൊണ്ടു കൊടുക്കും. അതല്ലെങ്കിലും അങ്ങനെ പരമേശ്വര, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്പലവും വേണ്ട, പള്ളിയും വേണ്ട, കല്യാണം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടത്തിയാൽ മതി. എന്തേ? എവിടെ വെച്ച് വേണേലും നടത്തിക്കൂ. അപ്പോൾ പിന്നെ സ്വർണ്ണോ ശ്രീധരോ ഒന്നും ഞാനും തരണ്ടല്ലോ.
നമ്മൾ തകർത്തൊരു വിവാഹമല്ലടാ. റോഷനിക്ക് കിട്ടുമായിരുന്ന ഒരു നല്ല ജീവിതം. ബാംഗ്ലൂർ ഇങ്ങനെ കുടിച്ചു കൂത്താടി വൃത്തിയാടായിട്ട് ഇങ്ങനെ നടന്നിട്ട് പിന്നീട് നല്ല ജീവിതവും. ബോബേട്ടനായിട്ടുള്ള കല്യാണം മുടക്കണമെന്നല്ലേ നമ്മൾ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ റോഷനിയുടെ ജീവിതം പോയില്ലേ. കൊള്ളാവുന്ന വീട്ടിലെ പെങ്കൊച്ചാവുമ്പോൾ നാട്ടുകാർക്ക് അപാധം പറയാനുള്ള ഒരു ഇത് കൂടും. അനിക്കുട്ടാ മൊത്തം കൈവിട്ട് പോയടാ. എന്തു പറ്റിയേട്ടാ? മിൽട്ടനായിട്ട് അനിതയുടെ കല്യാണം ഉറപ്പിച്ച്. അനിക്കുട്ടാ, അനിത ഒരു പാവമാണ്. ആ മിൽട്ടൺ കിട്ടിയ അവസരം മുതലാക്കിയത്. ആ ബൈക്കിൻ്റെ ചെയ്യുന്നത് അച്ഛാ അച്ഛാ അനിതെന്ന് വിളിക്കോ? അനിതെന്ന് വിളിക്കോ? ആ വിളിക്കാമല്ലോ. വാ ഇരിക്ക. അനു വാ. ആ അനു, എന്താ? ദേ നിന്നെ മിൽട്ടൺ വിളിക്കുന്നു. എന്താ മിൽട്ടൺ ചേട്ടാ? അനിത എന്നെ സഹായിക്കണം. അനിതയ്ക്ക് അറിയാലോ, എനിക്കിഷ്ടമില്ല അതിൻ്റെ കൂടി അനിത പറഞ്ഞത് മാത്രമാണ് അനിക്കൂട്ടനെ ഞാൻ നമ്മുടെ ട്രൂപ്പിലെടുത്തത്. ആ അമേരിക്കൻ പ്രോഗ്രാമിൻ്റെ എല്ലാ പേപ്പർ വർക്കും തീരാറായി. ഇന്നെങ്കിലും അനിത എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത പാസ്പോർട്ട് വന്നില്ലെങ്കിൽ എല്ലാം നശിക്കും. ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും. എന്താണ് എന്ത് കാര്യം പറ. ഒന്ന് പിടിച്ചു മാറ്റാൻ രണ്ടിനെയും. ഞാൻ എവിടെ ഒപ്പിടേണ്ടത്? ഇത് അനിത ഒപ്പിട്ട എഗ്രിമെൻ്റാ. ഇനി എന്ത് സംഭവിച്ചാലും ഞാൻ അവളെ കൊണ്ടുപോകും. ഒരുത്തിനും എന്നെ തടയാൻ പറ്റില്ല. എന്താ മിൽട്ട, എന്താ കാര്യം? എനിക്കതെങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടെ. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്താണെങ്കിലും പറഞ്ഞോ. മറ്റൊന്നും വിചാരിക്കരുത്. എനിക്ക് മേയറിൻ്റെ മോളെപ്പറ്റിയാണ് സംസാരിക്കാനുള്ളത്. റോഷ്നിയുടെ കടയിൽ ഇടയ്ക്ക് അനികൂടെ ചെല്ലാറുണ്ട്. അവരൊന്നിച്ച് ചെന്നിട്ടാണ് അനിതയോട് അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് റോഷ്നി മോൾ സമ്മതിച്ചത്. നാട്ടുകാർ റോഷ്നി മോളെ പറ്റി ഓരോന്ന് പറഞ്ഞു തരുന്നത് മനസ്സ് വിഷമിച്ചിട്ടാണ് മേയർ കാണാൻ ഞാൻ ഇങ്ങോട്ട് വന്നത്. മേയർ വിഷമിക്കണ്ട. ആ അനിക്കൂട്ടിനെ കണ്ടെത്തി തരാൻ ഞാൻ സഹായിക്കാം. അവനെ കണ്ടുപിടിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. ഇരു ചെവി അറിയാതെ തീർക്കണം. ഈ പ്രശ്നം കൂടുതൽ അറിയുന്നതും നമുക്ക് നമ്മുടെ പാർട്ടിയിലെ നാണക്കേട്. എനിക്ക് ഈ അനിക്കുട്ടിനെ കിട്ടണം. മിൽട്ടൺ എന്നെ സഹായിക്കാൻ പറ്റുമോ? ആ, അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഒരു കാര്യം, വേറെ ആരും അറിയരുത്. ഞാനാ പറഞ്ഞു. ആരും അറിയില്ല, ആരും അറിയില്ല. ഓക്കെ മാഡം, അപ്പോൾ ഞാൻ വിളിക്കാം. ഓക്കെ. ഒന്നുമില്ല. നീ ആ അനിക്കുട്ടിനെ കണ്ടിരുന്നോ?
ആ കണ്ടുണ്ടായി. ആ ഷോപ്പിൽ വന്നിണ്ടായി. എന്നിട്ട് എന്താ എന്നോട് പറയാതിരുന്നത്? അത് മമ്മി ടെൻഷൻ ആവണ്ടെന്ന് വിചാരിച്ചു. പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവും. നിനക്ക് ഞാൻ എന്നോട് എന്തും പറയാനുള്ള ഫ്രീഡം തന്നിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും പറയണം. അതത്ര കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നില്ല മമ്മി. എത്ര ചെറിയ കാര്യമായാലും നിന്റെ കാര്യങ്ങൾ ഞാൻ നാട്ടുകാർ പറഞ്ഞല്ല അറിയേണ്ടത്. അതെന്താ മമ്മി ഇപ്പം ഇങ്ങനെ പറയണ? ഞാനൊരു ജനപ്രതിനിധിയാണ്. പാർട്ടിക്ക് അകത്തും പുറത്തും എനിക്ക് ശത്രുക്കളുണ്ട്, നിനക്കറിയാലോ. അവർ നമ്മളെ ജനങ്ങളുടെ മുമ്പിൽ മോശമാക്കി കാണിക്കാൻ ശ്രമിക്കും. നമ്മൾ അതിന് ഇടം കൊടുക്കരുത്. അതിന് ഞാനെന്തെയ്യുന്നാണ് മമ്മി പറയണേ? നീ ഒന്നും ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷെ നാട്ടുകാർ അതും ഇതും പറയുമ്പോൾ പിടിച്ചു വെക്കാൻ നമുക്ക് തെളിവ് വേണം. അത് നമുക്ക് അനുകൂലമായിരിക്കണം. അതിന് ഞാൻ പറയണല്ലേ എന്റെ മമ്മിക്ക് വിശ്വാസം. അതിനിപ്പോ തെളിവ് വേണോ? വേണോ? എന്താണ് ഇവിടെ നടക്കണേ എനിക്ക് മനസ്സിലാവണല്ല. ഇമാരൊക്കെ എന്തായി ചെയ്യണേന്ന് എനിക്ക് മനസ്സിലാവണല്ല. അതാണ് മോളെ പറയുന്നത്. ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം. തെളിവ് സഹിതം കണ്ടുപിടിക്കണം. മോള് ധൈര്യമായിട്ടിരിക്കും. എന്താ സുഖ പണിക്ക് പോകാത്തത്? കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞ് നടക്കണേല്ലേ? വലിയ പ്രഭുദേവേണല്ലോ. സുഖുചേട്ടനില്ലേ? ഉണ്ട്, വിളിക്കാം. മോളെവിടുന്നാ? ഞാൻ റോഷ്നി, മേയർ സൗദാമിനി ജോസിന്റെ മോളാണ്. എന്താ മോളെ, എന്താ പ്രശ്നം? എനിക്ക് അനിക്കുട്ടനെ ഒന്ന് കാണണം. എന്താണ് അവന്റെ ഉദ്ദേശം എന്ന് എനിക്ക് അറിയണം. എന്റെ ജീവിതം വെച്ച് കളിക്കാൻ എന്ത് തെറ്റാണ് ഞാൻ അവനോട് ചെയ്തത്? എനിക്കത് ചോദിക്കണം. സുഖു, അവൻ എവിടെയാണെങ്കിൽ ഈ കൊച്ചിനും കൂടെ കൊണ്ടുപോകും. അവനും പറയാനുള്ളത് പറയട്ടെ. ശരിയാ, ഇവിടെ എന്താ നടക്കണെന്നൊരു എത്തുമ്പിടിയും കിട്ടുന്നില്ല. മോള് വാ. രണ്ടു ദിവസം കഴിഞ്ഞാൽ മിൽട്ടൺ അനിതയും കൊണ്ട് അമേരിക്കൻ വിസ എടുക്കാൻ പോകും. എങ്കിൽ പിന്നെ മേയർ പറഞ്ഞ പോലെ തെളിവുകൾ ഹാജരാക്കി നിനക്കാ പെണ്ണിനെ അങ്ങ് കെട്ടിക്കൂടെ? ഇങ്ങോട്ട് നോക്കണ. നീ പറഞ്ഞ സത്യമാണെങ്കിൽ നീ തെളിവ് കൊണ്ടുവരണം. അല്ലാത്ത പക്ഷം രണ്ട് പെണ്ണുങ്ങളുടെ ജീവിതമാണ് ഇതിൻ്റെ ഇടയ്ക്കിടെ നശിക്കാൻ പോകുന്നത്. നിക്കൂട്ടാ, റോഷനിക്ക് നിന്നെ കാണണമെന്ന് വീട്ടിൽ വന്നായിരുന്നു. അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ആ, എന്തായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് നിങ്ങൾ തന്നെ ഒരു തീരുമാനവും പറ. ഞങ്ങൾ തമ്മിൽ എന്ത് ബന്ധം? നീ എന്താ ഒന്നും മിണ്ടാത്തത്? പറയടാ. അതെ, അനിക്കുട്ടിന് ഇതൊക്കെ ഏറ്റെടുത്തേക്കണം ഞാൻ പറഞ്ഞോണ്ടാണ്. റോഷനെ കല്യാണം നിശ്ചയിച്ചേക്കണം എൻ്റെ ചേട്ടനായിട്ടാണ്. അതിന്റെ താനാരാണ്? ഞാൻ ആരാണെന്നാ? ജറൈബിള് കള്ളിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല. ഇത് നോക്കി ഞാൻ ആരാണെന്ന്. അതായത് നിങ്ങൾ ബാംഗ്ലൂർ പഠിക്കണ കാലത്ത് അവിടുത്തെ പബ്ബിൽ പോയിട്ടില്ലേ? ആ ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് ബോബിനെ കണ്ടിട്ടില്ലേ? ബോബിയെ എനിക്കറിയില്ല. അവിടെ ബാംഗ്ലൂര് പബ്ബില് ഞാൻ വെയിറ്ററിന് ഒരു രാത്രിയിലത്തേക്ക് പൈസ കൊടുത്ത്. അല്ല, നിങ്ങൾ ദേഷ്യപ്പെടല്ലേ? സത്യം മറച്ചു വെക്കാൻ വേണ്ടി ദേഷ്യപ്പെട്ട കാര്യമൊന്നുമില്ല. സത്യം എന്താണെന്ന് അറിയാൻ തന്നെ ഞാനും ഇങ്ങോട്ട് വന്നേക്കണത്. അതിന് ഇങ്ങോട്ടല്ല വരേണ്ടത്. പിന്നെ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്നുള്ള തെളിവ് സഹിതം ഞാൻ കണ്ടെത്തും. ആ എടാ, നമുക്ക് ഇപ്പൊ തന്നെ ബാംഗ്ലൂർ പോകണം. നമുക്കിവിടെ മര്യാദക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞതിന്റെ ഒക്കെ തെളിവ് മേയർക്ക് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ നമ്മളെ കൊല്ലും. അതിനു മുമ്പ് നമുക്ക് ഇത് തെളിയിക്കണം. വേണ്ടേ? ശരി. ഞാൻ ആരും കൂടെ കിടന്നിട്ടില്ല തെളിയിക്കാനല്ല ഞാനീ വന്നേക്കണത്. പിന്നെ ഈ സദാചാര തെണ്ടികൾ കയറുന്ന സർട്ടിഫിക്കറ്റും വാങ്ങി ആരെങ്കിലും കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്റെ ജീവിതം പാഴായി പോകുന്ന വിചാരമില്ല എനിക്ക്. പിന്നെ ഈ നാട്ടുകാര് അവര് വന്നിട്ട് ഞാനൊരു പോക്കേസാണെന്ന് പറഞ്ഞാൽ അതും എന്നെ ബാധിക്കാൻ പോണില്ല. പക്ഷേ എന്റെ പേരും പറഞ്ഞ് എന്റെ മമ്മിയെ രാഷ്ട്രീയമായിട്ട് ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ അനുഭവിച്ചു കൊടുക്കണ പ്രശ്നമില്ല. ഹാ, ധൈര്യം ഉണ്ടെങ്കിൽ ബാംഗ്ലൂർക്ക് ഞാനും വരാം. ഞാൻ തെളിയിച്ചു തരാം എന്താ സംഭവിച്ചെന്ന്. അയ്യാ, എന്നിട്ട് വേണം ഞങ്ങളുടെ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ. ഒന്ന് പോയടിയൊന്ന്. ആരും ഒരു തെളിവ് നശിപ്പിക്കാൻ പോണില്ല. എനിക്കറിയാം എങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. ആ, നമുക്ക് എന്റെ അറിയി പോന്നേ. നല്ല ആളിയാ. നമുക്ക് അവളുടെ അറിയി പോകാം. പൈസ ഇല്ല പെട്രോൾ അടിക്കാൻ.
ശരി. മേയറാണല്ലോ. എടുത്തിട്ട് എന്താന്ന് ചോദിക്കും. ഹലോ. ആ മാഡം. അതെ, മിൽട്ടൺ ആണ്. ആ മിൽട്ട, എൻ്റെ മോളെ കാണുന്നില്ല. ഒന്ന് രഹസ്യമായിട്ട് അന്വേഷിച്ചിട്ട് എന്നെ ഒന്ന് അറിയിക്കാമോ? ധൈര്യമായിട്ടിരിക്കും മാഡം, ഞാൻ അന്വേഷിച്ചിട്ട് വിളിക്കാം. ഓ ശരി. എടാ അനിക്കുട്ടൻ പണി തുടങ്ങിയടാ. എടാ എന്താടാ പ്രശ്നം? എടാ മേയറിന്റെ മോളെ കാണാനില്ലെന്ന്. എന്തൊക്കെയോ പന്തികേടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനിക്കുട്ട അനിതി അടിച്ചോണ്ട് പോകും. എടാ അവൾ എഗ്രിമെന്റിൽ ഒപ്പിട്ടല്ലേ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ആ സമയത്ത് അവനോടുള്ള വാശിയുണ്ട്, അവളെ എഗ്രിമെന്റ് സൈൻ ചെയ്തല്ലേ. അത് ഇനി എന്നേക്കുമായിട്ടുള്ള വെറുപ്പാക്കി മാറ്റണം. എടാ അതൊക്കെ നടക്കോ? നടത്തും. നീ അവരോട് ചോദിച്ചു. രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവത്തിലുണ്ടായിരുന്നവരൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ടാവോ? അല്ല, ബാംഗ്ലൂർ വന്നിട്ട് നീ തെളിവൊക്കെ ഉണ്ടാക്കാന്നല്ലേ പറഞ്ഞത്? അന്ന് റോഷന് നിനക്ക് അറേഞ്ച് ചെയ്യുന്ന ആളെ നമുക്ക് ആദ്യം കാണുന്നത്. അറേഞ്ച് ചെയ്തെന്നാ? എപ്പാ? ആരെ അറേഞ്ച് ചെയ്തെന്ന് പറയപ്പെടുന്ന ആളെ? അങ്ങനെ പറ. എടാ വൈകുന്നേരം ഇവിടെ തുറക്കാൻ നേരത്ത് അടച്ചിട്ടേക്കണേ. നീ വെറുതെ അകത്ത് നിന്ന് അന്വേഷിച്ച് നോക്ക്, ആരെങ്കിലും കാണാതിരിക്കില്ലല്ലോ. ആ ശരി ശരി, ഞാൻ നോക്കിട്ട് വരാം. ഇതിപ്പോ അവന്റെ തറവാട്ടി തിരിച്ചു വന്ന പോലെ ഉണ്ടല്ലോ, എല്ലാം പരിചയക്കാര്. വെറുതെ മുമ്പ് ആസാവാൻ ആ വെയിറ്റർ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ആ ആളെ നമ്പർ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പൊ തന്നെ വിളിക്കും, എവിടെയാണെന്ന് ചോദിക്കും. ഹലോ, ഗോവിന്ദൻകുട്ടി ചേട്ടനല്ലേ? ഞാൻ ബോബിയാണ്. ആ എനിക്കറിയാം ചേട്ടനെ, പരിചയമുള്ളായിരുന്നു, ഒന്ന് കാണായിരുന്നു ചേട്ടനെ. ആ ഓക്കെ, ശരി ശരി ശരി. എന്താ പറഞ്ഞു? പുള്ളി ഇന്ദിര ഹോസ്പിറ്റലുണ്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എടാ ഒന്ന് ഗൂഗിൾ മാപ്പ് അയക്കാൻ പറ. എന്നിട്ട് എന്തിനാണ് വഴിതെറ്റിക്കാൻ? ചേച്ചി, ഗോവിന്ദൻ ചേട്ടൻ. ആ ഇതായത് തന്നെ. അല്ലത് ആരിത്? ഇതും തൂറ്റി ഒരു വെട്ടൊക്കെ ഉണ്ടല്ലോ. ഇത് ഒരാള് മാന്തിയതാ. കുറെ നാളായാലും കണ്ടിട്ട്, ഇപ്പൊ പബ്ബിലേക്കൊന്നും കാണാറില്ലല്ലോ. ഫ്രണ്ട്സാണ്, ഞങ്ങൾക്കൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു, ഒന്ന് ഫ്രീ ആവുകയാണെങ്കിൽ. ഇത് ഇവിടെ 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 ഒരു കാര്യം സംസാരിക്കേണ്ട. ഇവിടെ ഇവിടെ ഇവിടെ. എന്നാ ഒരു കാര്യം, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ ബില്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ വരാം. ഞാൻ വന്നേ. ശരി ശരി ശരി. ചെല്ലുമോളെ ഇടപാട് ആ ഷർട്ടും ഇതൊക്കെ ഡ്രസ്സെല്ലാം പാക്ക് മാറി വിടൂ, ഞാനൊക്കെ പറഞ്ഞേന്. ആ അതെ അതെ, ആ ഫസ്റ്റ് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോന്നാ മതി. ഞാൻ ഇവിടെ തന്നെ ഇപ്പുണ്ടെന്ന്. ഓ ആ ഇടത്തോട്ടാണ് ഈ ഇടത്തോട്ടാണെന്നാ? രണ്ടിടത്ത് വശം ഉണ്ടാ, ഒരിടത്ത് വശമല്ലേ ഉള്ളൂ. ആദ്യത്തെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ ഇങ്ങനെ വന്നാൽ മതി. ഞാനിവിടെ നിന്ന് ഇപ്പുണ്ടെന്ന്. നേരെ നേരെ ഇടത്ത് കഴിഞ്ഞിട്ട് നേരെ. ആ നേരെ തന്നെ വരുന്നത്. പിന്നെ വളയില്ല, നേരെ വാ. ഫസ്റ്റ് ഇടത്ത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ പോന്നാ മതി. വാ. ഇതിലേ വന്നാ ഇന്ന് ഞാൻ പോയിട്ട് വരാട്ടാ. നിങ്ങൾക്ക് എന്തായാലും കറക്റ്റ് ആളെ തന്നെ കിട്ടിയത്. തൈലത്തെ ഇട്ടതാ. ആ വണ്ടി പോട്ടെ.
ഇതാണ് വീട്. ആ അതെ. ഇത് ടൈലറിന്റെ നല്ലൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. അങ്ങാട് പൊളിച്ചു കളഞ്ഞേക്കുന്നേ. ഇതിന് ടൈലേ എല്ലാം ശരിയാക്കാതെ ചേട്ടാ പുറകുവശത്താണല്ലേ? ആ അതെ. അത് പറയണ്ടേ, പുറകുവശത്താണ് ഞാൻ കലക്കിന്. സ്ക്വയർ ഫീറ്റ് കുറവാണല്ലോ. നിങ്ങൾ എന്താ കാണിക്കണത്? ഇവനെന്താ കാണിക്കണത്? എനിക്ക് ക്ലിയാവണ്ടട്ടാ. അതെ, 9 നമ്പറിൽ വിളിക്കാൻ പറ്റില്ല. 9 എങ്ങില്ല. അയ്യോ അയ്യോ അയ്യോ, ഞാനെന്ത് തെറ്റിയത്? 9 തങ്ങാത്തേന്. അയ്യോ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ തല്ലണത്? അതിനെന്തിനാണ് തല്ലണത്? ചോദിച്ചാ പോരെ, ഞാൻ പറയില്ലേ? എന്നാ പറയണം. അനിക്കുട്ടനും റോഷനും കൂടി ബാംഗ്ലൂർക്ക് പോയിക്കേ നടന്ന സംഭവത്തിനൊക്കെ തെളിവ് ശേഖരിക്കാൻ വേണ്ടിട്ട്. ഇത് വെറുതെ നമ്മൾ തമ്മിൽ വഴക്കുമായി എന്തിനാണ് ഇങ്ങനെ തല്ലണത്? തത്ത പറയണ പോലെ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ ചോദിച്ചാൽ മതിയായിരുന്നു. ഈ കെട്ടെന്ന് വെച്ചാൽ അവിടെ പരിക്കും കൂട്ടിയിട്ടേക്ക് ഇത് ഇത്ര വലിയ കാര്യമാണ്. നിങ്ങൾ ചമ്മി പോവാണ്. പോയാ അടക്കല്ലേ, നാളെ നമ്മൾ മുഖത്ത് നോക്കുന്ന ആൾക്കാരാ. അടക്കല്ലേ, ഇതൊന്നും അയച്ചതാ പരിക്കം കൂട്ടിയിട്ടേക്കണെന്ന്. ഇതെന്താണ് ഇവന്മാരി കാണിക്കണത്? ഈ ടെൻഷൻ പുറത്തറിയാണ്ടിരിക്കാനാണോ കണ്ണട വെച്ചേക്കണത്? എന്തിന് ഈ കള്ളക്കളി അവസാനിപ്പിക്കേണ്ട എന്റെ ആവശ്യമല്ല. എടാ എൻ്റെ ടെൻഷൻ എന്താണെന്ന് അറിയും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എന്നെ കെട്ടണമെന്ന് പറയും. അതാണ് ചുമ്മാ ചിരിപ്പിച്ച് കൊല്ലല്ലേ. ശരിയെന്നാ. അതെ, സോറി കേട്ടോ, വൈഫോടുള്ളതുകൊണ്ട് ഞാൻ പിന്നെ സംസാരിക്കാന്ന് പറഞ്ഞത്. എന്താട്ടാ അങ്ങനെ? അത് വേറൊന്നുമല്ല, എന്നെ അന്വേഷിച്ച് വരുന്നവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫാമിലി ആയിട്ട് കേൾക്കാൻ കൊള്ളില്ല. അതാ. അല്ല, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ ബോബിന ചേട്ടനറിയാലോ? അറിയാമോന്നാ? നല്ല ചോദ്യം. അതിലും കൂടെ വരാൻ പറഞ്ഞത്. ഈ നിൽക്കുന്ന റോഷ്നിയെ ഒരു രാത്രത്തേക്ക് തരപ്പെടുത്തി കൊടുക്കാൻ ബോബി ചേട്ടന് പൈസ തന്നായിരുന്നു. തന്നല്ല? കണ്ടാ കണ്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞാണ്. വിശ്വാസമായില്ല എനിക്കിത് മാത്രം. അതിന് ശേഷം നടന്നത് എന്താണെന്ന് ചേട്ടന് ഓർമ്മയില്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കുക. നല്ല ഓർമ്മയുണ്ട്. എന്നാ അത് കൂടെ പറയേ. അതായത് കാശ് വാങ്ങി ഞാൻ റോഷിന്റെ അടുത്തേക്ക് വന്നു. അതായത് ഒരു മിനിറ്റ്, ഒരു സാറിന് മാഡത്തിനോട് രാത്രി ചെലവഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സാറിന് മാഡത്തിന് താല്പര്യമുണ്ട്. വലിയ കാണും, നല്ല നല്ല എല്ലാം സെറ്റാണ്. ആ ഇടിയുടെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പെണ്ണൊന്ന് എന്നോട് പറഞ്ഞ് റോഷിനിക്ക് വരും അവള് പൊക്കളാന്ന് പറഞ്ഞു. ബോബി എന്ന കാശ് ഞാൻ അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ആള് മാറിയാണോ ചെന്നത്? ആ, ആള് മാറിയതൊക്കെ അറിയാതെ അവള് നോക്കിക്കോളാന്ന് പറഞ്ഞു. ശേ, അതെങ്ങനെ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ചേട്ടാ, അപ്പൊ ആ പെൺകുട്ടി ആരാണ്? ഞാൻ പലതവണ ഫോൺ ചെയ്തു. കുറച്ച് നല്ല കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടായിരുന്നേ. ഫോൺ എടുക്കണ്ടേ? അവിടെ വിളിക്കടോ. അവസാനം ഞാൻ ഒരു ദിവസം വിളിച്ച് ഫോൺ എടുത്ത് അണ്ടനോട് പറഞ്ഞേ ഇനി മേലും മാതിരി പരിപാടിക്കാനെ വിളിക്കരുതെന്ന്. ചേട്ടൻ ഈ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അവളെ ഞങ്ങൾക്ക് കാണണം. അയ്യോ, എനിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങൾ വിശ്വസിക്കണമെന്ന്. താൻ ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയുന്നത്. ഞാൻ ഷഡ്ഡി പോലും ഇടാതെ ഇവിടെ നിൽക്കണത് കേട്ടോ. ചേട്ടാ, അതല്ല, ഞങ്ങൾക്ക് ആ പെൺകുച്ചിനൊന്ന് കാണണമെന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ്. ആ, അങ്ങനെ മര്യാദക്ക് പറ. എൻ്റെ ഫോണിൽ നമ്പർ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. നീയേ ആ സിഐനൊന്ന് വിളിക്കേ. ശരിയാ, ഇനി പോലീസിൽ അറിയിക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല. ഹലോ, ആ അനിക്കുട്ടൻ എൻ്റെ മോളെയും കൊണ്ട് ബാംഗ്ലൂരിലേക്ക് കടന്നിട്ടുണ്ട്. ഒരാളും അറിയാതെ അവരെ കണ്ടുപിടിക്കണം. ഓക്കെ മാഡം, മാഡം വിഷമിക്കണ്ട. ഒരു കുഞ്ഞു പോലെ അറിയാൻ ഞാൻ അവരെ പൊക്കിക്കോളാം. ധൈര്യമായിട്ടിരിക്കും. താ കാണാണ് അവളുടെ വീട്. മുകളിലാണോ? ഇനി ഞാൻ താഴ്ത്തറയിൽ കൊണ്ടുവന്നേ. വാ, ചെരുപ്പൊന്നുമില്ലല്ലോ. കയറുവാണ്.
ദേ ഈ കുട്ടിയാണെന്ന് ബോബിയുടെ കൂടെ മുറിയിലുണ്ടായിരുന്നു. ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ പോവാം. ഇനി നിങ്ങൾ എന്താന്ന് വെച്ച് സംസാരിച്ചോ. നീ എങ്ങനെ ഇവിടെ വന്നു? നിനക്കൊരു പരിചയമുണ്ടോ? ഹലോ കൽപ്പനേ, അന്നാ പബ്ബിൽ വെച്ച് എന്ത് ട്വിസ്റ്റാണ് ഉണ്ടായത് ഒന്ന് പറയൂ. എനിക്ക് ബോബി ഇഷ്ടമായിരുന്നു, പക്ഷേ ബോബി എന്നെ ശ്രദ്ധിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. എന്നാലും ബോബി പോകുന്നിടത്തെല്ലാം ഞാൻ പിന്നാലെ പോകും. ഞാൻ ഫോൺ ചെയ്ത ബോബി എടുക്കാറ് പോലും ഇല്ലായിരുന്നു. അന്ന് സത്യത്തില് റോഷ്നിയെ ഗോവിന്ദൻ ചേട്ടനോട് ആവശ്യപ്പെടുന്ന കണ്ടപ്പോ സങ്കടാ തോന്നിയത്. റോഷ്നിയെ പ്രതീക്ഷിച്ച റൂമിലേക്ക് വന്ന ബോബി എന്നെ കണ്ട് ഞെട്ടുമ്പോ കളിയാക്കാന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ കുടിച്ചു ബോധമില്ലാതെ വന്ന ബോബി ഒന്നും അറിഞ്ഞില്ല. ബോധം കെട്ടുറങ്ങുന്ന ബോബിയെ നോക്കി കുറെ നേരം ഞാൻ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഞാൻ ബോബിയെ കാണാനോ കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. എന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് മോഹിക്കുന്നതിനൊരു പരിധിയുണ്ടല്ലോ. എന്നിട്ട് കൽപ്പന ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇനി അതിനെന്റെ ഭർത്താവ് സമ്മതിക്കില്ല ബോബി. അങ്ങനെയാണ്, കുഴപ്പമില്ല, നമുക്ക് പോവാം. മമ്മി വിളിക്കുന്നുണ്ട്. എടാ മിൽട്ടൺ നാളെ അനിതയെ കൊണ്ട് ചെന്നൈക്ക് പോകുന്നു. അമേരിക്കയ്ക്ക് പോകുന്ന വിസയുടെ കാര്യം ശരിയാക്കാൻ. ഒന്ന് വേഗം പോന്ന്. പോണല്ലേ കാണില്ലേ? ആ കാറിന്റെ നമ്പർ എല്ലായിടത്തേക്ക് അയച്ചു കൊടുത്താ. ആ ഓക്കെ ഓക്കെ. ആ പിന്നെ ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് അവരുടെ ടവർ ഒന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് വേഗം വേണം, വേഗം വേണം. ഓക്കെ ഓക്കെ ശരി. ഒരു ഭാഗമുള്ളൂ. എടാ ഇതോട് കയറ്റി. വേറെന്താ ഇവിടെ? അനിത ഒന്ന് വിളിക്കാമോ? ഓ വിളിക്കല്ലോ. ഒരു നീ മഞ്ഞില്ലേ? നീ പോയിട്ട് വാ പ്ലീസ്. നീ വരാണ്ടിരിക്കണ നല്ലത്. അതാണ്. എന്തൊക്കെയാടാ ഇത്? ഇന്നലെ മുതൽ സുഖുവിനെ കാണാനില്ല. ഇവളവൻ എന്ത് ചെയ്തു ചോദിക്കടാ. അല്ല വെറുതെ മേയറാരും തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ ബാംഗ്ലൂർ പോയിരിക്കാന്ന് മേയറോട് ആരാ പറഞ്ഞു? ദേ ആ നിൽക്കുന്ന മിൽട്ടൺ എന്നോട് പറഞ്ഞു. ഞങ്ങൾ ബാംഗ്ലൂർ പോയ കാര്യം ആകെ അറിയണ സൂചിച്ചേട്ടനായിരുന്നു. അത് നീ എങ്ങനെ അറിഞ്ഞു? അവിടെ സൂചിച്ചേട്ടൻ അവിടെ സത്യം പറയടാ. പ്ലീസ്. നിന്നെ ഒന്നും ചെയ്യില്ല. മര്യാദക്ക് സത്യം പറയടാ. സുഖിച്ചേണ്ണ ഞാൻ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കും. നേരിന്റെ തല നീ എല്ലാം കെട്ടിവെക്കാൻ നോക്കിയല്ലടാ. ബാക്കിയെല്ലാം പോലീസ് നോക്കട്ടെ. അയ്യോ പോലീസ്. വാടാ വാടാ.
അനിത എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെ എൻ്റെ അമ്മേനെയും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ഈ ബോബിയുടെ ചേട്ടനും അമ്മച്ചിയാണ്. അവരന്ന് ചോറ് തിന്നിട്ടാണ് ഞാൻ പഠിക്കാൻ പോയത്. ആ കുടുംബത്തിനൊരു ആപത്ത് വന്നപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്തു പോയി. അത് ഇത്ര പ്രശ്നമൊന്നും ഞാൻ വിചാരിച്ചില്ല. നിന്നെ വിഷമിപ്പിക്കേണ്ടി വന്നതിൽ ഞാൻ മാപ്പി ചോദിക്കണം. മേയർ എല്ലാം എന്നോട് പറഞ്ഞു. ഇനി അനിയേട്ട് വിഷമിക്കണ്ട. സുഖുചേട്ടനെ സുധാകരൻ വീട്ടിലേക്ക് കൊണ്ടുവരും. ഞാൻ പോയിക്കോട്ടെ. അല്ല, പോണതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് ശരിയാക്കിയിട്ട് പോയാൽ വലിയ ഉപകാരം. ഞാൻ കാരണം മേയർക്ക് മോൾക്കൊണ്ടായ ചീത്ത പെരുമാറാൻ വേണ്ടി ഈ ബോബൻ ചേട്ടനും റോഷ്നി തമ്മിലുള്ള കല്യാണം നടത്താനൊന്നും സമ്മതിച്ചൂടെ? സമ്മതിച്ചിരിക്കുന്നു. എല്ലാം ശരിയായില്ലേ? എടാ ബോബി, സംഭവം നീ പാവാണെന്നും നീ കാണിക്കുന്നത് കുസൃതിയാണെന്നൊക്കെ എനിക്കറിയാം. നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ സപ്പോർട്ട് തന്നെയേ ചെയ്യുള്ളൂ. പക്ഷെ നിനക്ക് ഇതിന്റെ ഒരു കുറവുണ്ട്. എന്താ ഒന്നുമില്ല, ബോബി ഒരു തമാശ പറഞ്ഞ കൈയടിച്ച. മാസത്തിൽ കുണിങ്ങി കുണിങ്ങി വരും തിരുവോണ പുലരിക്ക് സ്വാഗതം സ്വാഗതം സ്വാഗതം, മാവേലി തമ്പുരാന് സ്വാഗതം. പഞ്ചാര പായസം പറ്റേ ഉപ്പും കട്ടിട്ടൊരു ഡാവേ കറക്കണ്ണ നീ എന്നുറക്കമതാകെ നീ ഉന്നം വെച്ചതിനാളെ സൈക്കിള് ചവിട്ടി പ്രേമിച്ച കാലത്ത് മനസ്സിന്റെ ഗിയർ അഞ്ചില്ല. നീ മാത്രം നിറഞ്ഞ ഹൃദയം അവിടെ, സ്ഥലം ബാക്കിയൊരിഞ്ചില്ല. ഫ്രണ്ടുക്കൾ വാഴണ കാലത്ത് കാമുകന്മാരെല്ലാം ബാക്കിലെ ബെഞ്ചില. കാലിനു ചേരാത്ത കൊലുസും ഇട്ടിപ്പോ നീ നൃത്തം ചെയ്യുന്ന നെഞ്ചില. ഒട്ടക പക്ഷിയെ പോലെ മണ്ണിൽ പൂണ്ടല്ലേ മോനെ, സ്രാബു പിടയ്ക്കും കടലിൽ നിന്നുടെ ചൂണ്ടയിടല്ലേ മവനെ. വീട്ടിൽ കാത്തിരിക്കാൻ നിനക്കു പലരും ഉണ്ടാകുമല്ലേ മാമേ, മതിലും ചാരി നിന്നൻ പെണ്ണിനെ ചൂണ്ടല്ലേ മോനെ. ഞാനന്ന് തുള്ളിപ്പ തട്ടൂരി ബൾബു തെളിച്ചപ്പോ ഫ്യൂസൂരി, ഞാൻ കൊതിച്ചു വെച്ചൊരു ലഡ്ഡു നിന്ന് കട്ടുറുമ്പനി വെട്ടുപിടി. കൊത്തല് മതിയട പോക്കോഴി നിന്നെ കയ്യിൽ കെട്ടിയ തണ്ടൂരി, കൊതിച്ചു വെച്ചൊരു ലഡ്ഡു നിന്ന് കട്ടുറുമ്പനി വെട്ടുപിടി. Here we go now.